السلام عليكم ورحمة الله. إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഇസ്ലാം സമാധാനത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഒരു നൂറ്റാണ്ടിലധികം കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലും കേരളത്തിന് പുറത്തും അതിൻ്റെ അതിശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകത്ത് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കന്മാർ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും അവരുടെ സമൂഹത്തോട് വിശദീകരിക്കുകയും ചെയ്ത അമ്പിയാക്കന്മാരുടെ ആദർശം പ്രചരിപ്പിക്കുവാനും ആ ദൗത്യനിർവഹണം ഏറ്റെടുക്കുവാനും ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് മുജാഹിദ് പ്രവർത്തകരും ഇസ്ലാഹി പ്രസ്ഥാനവും. വ്യത്യസ്തങ്ങളായ കോണുകളിൽ നിന്ന് കേരളത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത മതസംഘടനകൾക്കിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെയും നോക്കിക്കാണുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷ് അക്ഷരമാലകളിൽ അക്ഷരങ്ങൾ മുഴുവൻ മാറ്റിയും മറിച്ചും പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാട്ടിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ KNM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന് മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ മറ്റ് മുസ്ലിം സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി എന്താദർശമാണുള്ളത് എന്ന് പല വീക്ഷണകോണുകളിൽ നിന്ന് നോക്കിക്കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുവാനുള്ള നിലപാടുകൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിലിരുന്ന് അതിൻ്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് തീരുമാനിച്ച കുറേ തീരുമാനങ്ങളല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതത്തിലൂടെയും മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ വിശദീകരിച്ചു കൊടുത്ത മഹിതമനോഹരമായ ഒരു ആദർശമാണ് ഈ സമുദായത്തോട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വിശദീകരിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഈ സമുദായത്തിനെതിരെ നിലകൊണ്ടിട്ടില്ല. മാനവ സമൂഹത്തിന് അപക്വമായ, മാനവരാശിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടുകളും ഈ സമുദായത്തോട് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ സമൂഹത്തെ സ്നേഹിച്ചവരും ഈ സമുദായത്തിൻ്റെ മുമ്പിൽ നടന്നവരും മുഴുവൻ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സമുദായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകന്മാരും.
കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മുജാഹിദുകൾ സമ്മാനിച്ച നന്മകളെന്ത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കേരളക്കരയിലെ മുസ്ലിം സമുദായമാണ്. ലോകത്തുള്ള ഏത് രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാലും ഞങ്ങൾ കേരളക്കരയിലെ മുസ്ലിങ്ങളാണ് എന്ന് ആരുടെ മുന്നിലും അഭിമാനത്തോടെ നിവർന്നു നിന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിത്തീർന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധകന്മാരുടെ ഉന്നതമായ പ്രവർത്തനത്തിൻ്റെ പരിണിതിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് എഴുതിയ ചരിത്ര പണ്ഡിതന്മാരും കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ നാൾവഴികളെ അടയാളപ്പെടുത്തിയ നായകന്മാരും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തിയ ഒരു കാര്യം, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലഘട്ടം മുസ്ലിം സമുദായത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. വിശ്വാസപരമായും കർമ്മപരമായും സാംസ്കാരികമായും എല്ലാ പിന്നോക്കാവസ്ഥകളിലും ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സമുദായത്തിന് വിശുദ്ധ വിജ്ഞാനത്തിൻ്റെ തെളിച്ചവും വെളിച്ചവും പകർന്നു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പണ്ഡിതന്മാരുമായിരുന്നു എന്ന കാര്യം ആരും സംശയിക്കാനിടയില്ലാത്ത വിധം വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ മണ്ണിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക സാമൂഹിക നവോമണ്ഡലങ്ങളിലുമെല്ലാം ചരിത്രപരമായ സാന്നിധ്യമാണ് എക്കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ഈ സമുദായത്തെ പിന്നോട്ട് വലിച്ചവർ മലയാള ഭാഷ പഠിക്കുന്നത് ആരിഞ്ഞെഴുത്താണ് എന്നും അത് കുഫ്രിയത്താണ് എന്നും ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്നും പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമുദായത്തിൻ്റെ മുന്നിൽ വിശ്വാസപരമായി മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഈ വിജ്ഞാനം നേടുക എന്ന തിരിച്ചറിവ് സമുദായത്തെ പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമായിരുന്നു. ഞാൻ ഓർക്കുന്നത് എ പി അബ്ദുൽ ഖാദർ മൗലവി, കേരള ഹിന്ദുവത്തുൽ മുജാഹിദീൻ്റെ സമാദരണീയനായ മുൻ ജനറൽ സെക്രട്ടറി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ സംസാരങ്ങളിൽ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്ന ഒരു കാര്യം, 1960കളിൽ പൊന്നാനി പ്രദേശത്ത് പ്രസംഗിക്കാൻ പോയ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പൊന്നാനിയിൽ അദ്ദേഹം അന്ന് പ്രസംഗിക്കാൻ പോയി. ആ പ്രസംഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വിഷയം അവിടെയുള്ള മുസ്ലിം കുട്ടികളെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങ് പ്രസംഗിക്കണമെന്നായിരുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് അന്ന് അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. 1960കളിലെ സാഹചര്യം അതായിരുന്നുവെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്ന നാളുകളിൽ എന്തായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് ആലോചിച്ചാൽ ബോധ്യപ്പെടും. സ്വന്തം ഭർത്താവിൻ്റെ പേര് പറയാൻ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ സഹോദരിമാർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ മൊയ്തു മൗലവി എന്ന മഹാനായ നവോത്ഥാന നായകൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് ദൂരെ ഒരു നാട്ടിലേക്ക് പോയി. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് 1-2 മാസങ്ങൾ കഴിഞ്ഞ് തനിക്ക് കിട്ടിയ പണം മണി ഓർഡറായി തൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. ആ പണവുമായി പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ്? ഭാര്യ പറഞ്ഞു, അദ്ദേഹം പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഭർത്താവിൻ്റെ പേര് പറയാൻ ഈ പെണ്ണ് തയ്യാറായില്ല. കാരണം ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ അത് തൊലാക്കായി പോകുമെന്ന് വിശ്വസിച്ചിരുന്ന കാലമായിരുന്നു വന്ന്. എത്ര ചോദിച്ചിട്ടും ഭർത്താവിൻ്റെ പേര് പറയാൻ തയ്യാറായില്ല. ആവർത്തിച്ച് ചോദിച്ച് ദേഷ്യം പിടിച്ച പോസ്റ്റ്മാൻ പറഞ്ഞു, ഭർത്താവിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പണം തരുന്ന പ്രശ്നമില്ല, പണം തരില്ല. അപ്പോൾ ഈ പെണ്ണ് തിരിച്ചു പോകുന്ന പോസ്റ്റ്മാനെ വിളിച്ചു പറഞ്ഞത് ഈ മൊയ്തു മൗലവി രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ഭർത്താവിൻ്റെ പേരറിയൽ നിർബന്ധമാണെങ്കിൽ 50+50 കിട്ടുന്നതിൻ്റെ കൂടെ ദീനെന്ന് ചേർത്താൽ എൻ്റെ ഭർത്താവിൻ്റെ പേര് കിട്ടുമെന്ന് പറയേണ്ടി വന്ന സഹോദരിമാരുടെ കാലഘട്ടത്തിൽ നിന്നും സ്വന്തം ഭർത്താക്കന്മാരുടെ പേര് പറയാനുള്ള അവകാശം ഈ സമുദായത്തിന് നേടിക്കൊടുത്തത് മുജാഹിദുകളായിരുന്നു. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വക്കം എന്ന പ്രദേശത്തെ നമുക്ക് മറക്കാനാവില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി തൻ്റെ മകന് പേരിട്ടത് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. അബ്ദുൽ ഖാദർ മൗലവി തൻ്റെ മകൻ അബ്ദുൽ ഖാദർ എന്ന് പേരിടുന്നത് ചരിത്രപരമായ ചില കാരണങ്ങൾ അതിനുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുൽ ഖാദർ മൗലവി തൻ്റെ മകൻ അബ്ദുൽ ഖാദർ എന്ന് പേരിടുന്ന കാലത്ത് ഭർത്താവിൻ്റെ പേര് പറയാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും തൻ്റെ മകൻ അബ്ദുൽ ഖാദർ എന്ന് പേരിട്ടാൽ വക്കം മൗലവിയുടെ ഭാര്യയ്ക്ക് തൻ്റെ മകനെ അബ്ദുൽ ഖാദർ എന്ന് വിളിക്കേണ്ടി വരും. അബ്ദുൽ ഖാദർ എന്ന പേര് മകനെ വിളിക്കുമ്പോൾ ആ പേര് ഭർത്താവിൻ്റെ പേര് കൂടിയാണ്. അങ്ങനെ ഭർത്താവിൻ്റെ പേര് പറയാൻ തൻ്റെ ഭാര്യയുടെ നാവിനുള്ള മടി മാറ്റാൻ തൻ്റെ മകൻ അബ്ദുൽ ഖാദർ എന്ന് പേരിടേണ്ടി വന്ന സാഹചര്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലല്ലാതെ ലോകത്തൊരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല.
വിദ്യാഭ്യാസപരമായി സമൂഹത്തിന് ഇന്ന് നമ്മുടെ വെളിപ്പാടകലെ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിൽ നിൽക്കുന്ന സ്ഥലം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സമ്പത്തായിരുന്നു. സമുദായത്തിന് വേണ്ടി നൽകി 1900 തുടക്ക കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയുടെ ഹൃദയഭാഗത്ത് തലയുയർത്ത് നിൽക്കുന്ന ലജ്നത്തുൽ മുഹമ്മദിയ എന്ന സ്ഥാപന സമുച്ചയം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി പടുത്തുയർത്തുമ്പോൾ കേരളത്തിന്റെ പ്രായം അന്ന് മുസ്ലിം സമുദായം നവോത്ഥാനത്തിന്റെ ഭൂമികളിലേക്ക് പിച്ചവെച്ച് നടക്കുന്ന കാലമായിരുന്നു. അന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നും കേരള മുസ്ലിം ഐക്യ സംഘമെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലേബലും അതിനിടയിൽ അടിച്ചേൽപ്പിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെന്ന് ശ്രമിച്ചിരുന്നില്ല. അവിടെ നിന്ന് അറബി ഭാഷയുടെ പാഠപുസ്തകം തിരുവിതാംകൂറിലെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതും അറബി അധ്യാപകരായി ജോലിക്ക് നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് വക്കം മൗലവി നടത്തിയ പരീക്ഷ പാസ്സാകേണ്ടി വന്ന ചരിത്രവും മുസ്ലിം നവോത്ഥാനത്തിന്റെ ഭൂമികയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിലെ ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് അവരെ കൈപിടിച്ച് മുജാഹിദ് പ്രസ്ഥാനം അവരെ വളർത്തിക്കൊണ്ടുവന്നു. ഇന്നും നമുക്ക് കാണാം സമസ്ത എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് വിരുദ്ധമായ ചേരികളിൽ നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ വിദ്യാഭ്യാസത്തോടുള്ള അവരുടെ നിലപാടുകൾ, അവർ പ്രഖ്യാപിച്ച അവരുടെ പ്രഖ്യാപനങ്ങൾ, എഴുത്തു പഠിക്കലും ഇംഗ്ലീഷ് പഠിക്കലും നിഷിദ്ധമാണ് എന്ന പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളും പിൻവലിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ പോലും അത് പറയാൻ അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിക്കാൻ പോലും സാധിക്കാത്ത മാളങ്ങളിലേക്ക് അവർ തിരിച്ചു പോകേണ്ടി വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പടയോട്ടം കൊണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. അവിടെ നിന്ന് ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം കൈപിടിച്ചുയർത്തി 1922 കേരള മുസ്ലിം ഐക്യ സംഘം രൂപീകരിക്കപ്പെട്ട് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ 1ാമത്തെ സമ്മേളനം 1923 നടക്കുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ 1ാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയം ആലുവ കേന്ദ്രീകരിച്ച് ദക്ഷിണേന്ത്യയിൽ ഒരു അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്ന ചിന്തയായിരുന്നു 1920കളിൽ കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചത്. പക്ഷേ അവരുടെ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെ അവരുടെ സ്വപ്നം അവർക്ക് ആലുവയിൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നത് ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസത്തോടുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് ഈ സമുദായം മാറി വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മദ്രസ പ്രസ്ഥാനത്തിന്റെ രംഗത്തും അനാഥശാലകളുടെ ആ സംവിധാനങ്ങളിലും അനാഥശാലകളെ കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം അനാഥശാലകൾ അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളാണ് എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർ അഫ്ഗാനിസ്ഥാനിന്റെയും അതുപോലെ തന്നെ പാകിസ്ഥാനിന്റെയും മലമടക്കുകളിൽ ചാവേറുകളായി പൊട്ടിത്തീരുന്ന അവസ്ഥകളിലുള്ളവരാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അനാഥാലയങ്ങളുടെ ചരിത്രവും അനാഥാലയങ്ങളുടെ സംസ്കാരവും മുജാഹിദ് പ്രസ്ഥാനത്തിന് വൈകാരികമായ ബന്ധത്തോടു കൂടിയല്ലാതെ പറയാൻ സാധ്യമല്ല. ഉത്തരേന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ അനാഥാലയങ്ങൾ ആരംഭിച്ചത്. അവിടെ സംസ്ഥാനത്തിന്റെ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല, പഞ്ചായത്തുകളുടെ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ആദ്യത്തെ അനാഥശാല JDT അനാഥശാല തുടക്കം കുറിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന സലഫി സഹോദരങ്ങളുടെ പിൻബലത്താലായിരുന്നു. ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് കേരളത്തിലെ ആളുകൾക്ക് ഉത്തരേന്ത്യയിലും പോകാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ മണ്ണിൽ അനാഥ മക്കളെ സംരക്ഷിക്കാൻ അനാഥാലയങ്ങൾ പടുത്തുയർത്തപ്പെടില്ലായിരുന്നു എന്ന വസ്തുത കൂടി ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. JDTയുടെ 1ാമത്തെ ഘടകമായി കൊണ്ടാണ് തിരൂരങ്ങാടിയിൽ അനാഥശാല രൂപീകരിക്കപ്പെടുന്നത്. അന്ന് തിരൂരങ്ങാടി യത്തീഖാനക്ക് മുന്നിൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് യത്തീഖാന നശിക്കട്ടെ എന്ന് വഅദ് പറഞ്ഞ പുരോഹിതന്മാർ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വടക്കേ മലബാറിലേക്ക് പോയവരായിരുന്നു. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന വടക്കേ മലബാറിലേക്ക് കടന്നു വന്ന് പടയോട്ടം നടത്തിയ ഒരു മുസ്ലിയാരെ ഈ ഓച്ചിറ പ്രദേശത്ത് നിന്ന് വടക്കേ മലബാറിലെ മാപ്പിളമാർക്ക് കണ്ടെത്തേണ്ടി വന്നത് മലയാള ഭാഷ സംസാരിക്കാൻ സാധിക്കുന്ന ആരും അന്ന് വടക്കേ മലബാറിലെ മാപ്പിളമാരുടെ കൂട്ടത്തിൽ സമസ്തയുടെയും മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരുടെയും പക്ഷത്ത് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അവർക്ക് ഇവിടെ നിന്ന് ഒരാളെ വടക്കേ മലബാറിലേക്ക് അന്ന് കൊണ്ടുപോകേണ്ടി വന്നത്. അനാഥശാലകൾ അവിടെ നിന്ന് പടുത്തുയർത്തപ്പെട്ടു. അനാഥശാലകളിൽ പടുത്തുയർത്തപ്പെട്ടവരെ തീവ്രവാദ ഭൂമികയിൽ അന്വേഷിക്കണമെന്ന് പറയുന്നവർ കേരളത്തിന്റെ നിയമസഭയിലും കേരളത്തിലെ ഉന്നതമായ നിയമവകുപ്പുകളിലും മുസ്ലിം അനാഥശാലകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അനാഥശാലകൾ സൃഷ്ടിച്ച വിപ്ലവങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കേരളത്തിലെ മദ്രസ സംവിധാനങ്ങൾ 10,000-കണക്കിന് മദ്രസകൾ ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്ന ഇവിടുത്തെ സുന്നി പ്രസ്ഥാനങ്ങൾ മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മദ്രസ എന്ന് അറബിയിൽ എഴുതിയാൽ ആദ്യത്തെ അക്ഷരം മീം, ജഹന്നം എന്ന അറബിയിൽ എഴുതിയാൽ അവസാനത്തെ അക്ഷരവും മീം.
മദ്രസയുടെ ആഖിർ ജഹന്നമാണ് എന്ന് പാടി നടന്നിരുന്ന പുരോഹിതന്മാരെ കൊണ്ട് 10,000-കണക്കിന് മദ്രസകൾ പടുത്തുയർത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ ത്യാഗപൂർണമായ പരിശ്രമത്തിന്റെ പിന്തുണയിലായിരുന്നുവെന്ന വസ്തുത ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, വാഴക്കാട് കൊയപ്പത്തൊടി തറവാട്ടുകാരുടെ പള്ളി ദർസ് സംവിധാനത്തെ തച്ച് തകർത്ത് പുതിയ സംവിധാനമാക്കി മാറ്റുമ്പോൾ അതിന് കുറ്റപത്രം തയ്യാറാക്കാമെന്ന മുസ്ലിയാക്കന്മാരുടെ ചരിത്രമാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുക. മദ്രസയിൽ പഠിക്കുന്ന മദ്രസ സംവിധാനത്തിന്റെ ദോഷങ്ങളിൽ ഒന്ന്, ആ ചോക്ക കൊണ്ട് ഖുർആൻ ആയത്തുകൾ ബോർഡിൽ എഴുതി അത് മായിച്ച് ചോക്കപ്പൊടി താഴെ വീണാൽ അതിൽ ചവിട്ടുന്നത് ഖുർആനിനോട് കാണിക്കുന്ന അദബുകേടാണ്. അതുകൊണ്ട് മദ്രസ നിഷിദ്ധമാണ്. രണ്ടാമത് ഉസ്താദുമാർ നിൽക്കുകയും കുട്ടികൾ ഇരിക്കുകയും ചെയ്യുന്ന സംവിധാനം ഇസ്ലാമിക ദൃഷ്ടിയ അത് അദബുകേടും നിഷിദ്ധവുമാണ് എന്ന് മദ്രസ സംവിധാനങ്ങളുടെ കുറ്റപത്രം എഴുതിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അന്ന് ചാലകത്തിന്റെ മദ്രസ തീയിട്ട് കരിച്ച് ആ ചാലകത്തും തന്റെ കുട്ടികളും തിരൂരങ്ങാടിയിലേക്കും തിരൂരങ്ങാടിയുടെ മണ്ണിൽ നിന്ന് ചരിത്ര പ്രസിദ്ധമായ വിദ്യാഭ്യാസ വിപ്ലവകരമായ അതിന്റെ തുടർച്ചകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ഭൂമികയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിങ്ങനെ ഏത് മേഖലകളിലും മുസ്ലിം നവോത്ഥാനത്തിന്റെ ഏത് ഭൂമികയിലും മുജാഹിദ് പ്രസ്ഥാനം ചെലുത്തിയ സ്വാധീനം, മുജാഹിദ് പ്രസ്ഥാനം സൃഷ്ടിച്ച വിപ്ലവം അവിതർക്കമായി ആർക്കും നിഷേധിക്കാൻ കഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ സമുദായത്തിന്റെ വേദഗ്രന്ഥം മാത്രമല്ല, മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. ഇന്നഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് മാനവരാശിയെ വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആനിനെ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായം ഖുർആനിനെ കണ്ടിരുന്നത് ഖുർആനിൽ ഒരു ആയത്ത് പോലും പഠിക്കൽ ഈ സമുദായത്തിന് നിർബന്ധമില്ല എന്ന വീക്ഷണത്തിലായിരുന്നു. നിർബന്ധമായത് ഫാത്തിഹ ഓതൽ മാത്രമാണ്. അതിൻ്റെ തന്നെ അർത്ഥം പഠിക്കൽ പ്രത്യേക നിർബന്ധവുമില്ല, സുന്നത്തുമില്ല എന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിച്ച പണ്ഡിതന്മാർക്കിടയിൽ ആദ്യത്തെ ഖുർആൻ പരിഭാഷ കേരളക്കരയ്ക്ക് രചിച്ചു നൽകിയത് മായൻകുട്ടികളെ എന്ന അറക്കൽ കൊട്ടാരത്തിൽ ഒരു പണ്ഡിതനായിരുന്നു. അന്ന് അറക്കൽ കൊട്ടാരത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ മാർച്ച് നടത്തി. കൊട്ടാരത്തിന്റെ ചുറ്റും ഒരുമിച്ചുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പി കിട്ടി, ആ കോപ്പി കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിലും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നൽകണം എന്ന ആവശ്യവുമായിട്ട് ചെന്നവരായിരുന്നില്ല. മറിച്ച് ആ ഖുർആൻ പരിഭാഷ അബദ്ധജടിലവും അത് പുറത്തു കാണിക്കരുത് എന്ന് പറയാൻ വേണ്ടിയും ആ ഖുർആൻ പരിഭാഷ തീയിലിട്ട് കരിച്ച് അതിന്റെ ചാരമെടുത്ത് അറബിക്കടലിൽ ഒഴുക്കിക്കളഞ്ഞിട്ടായിരുന്നു അന്ന് മുസ്ലിം പുരോഹിതന്മാർ തിരിച്ചു വന്നത്. വാണിയമ്പലത്തെ ഓലമേന്ന തന്റെ വീട്ടിൽ നിന്നും അമാനി മൗലവി മുസ്ലിം സമുദായത്തിന് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ രചിച്ചു നൽകിയ ചരിത്രത്തിന്റെ നാൾ വഴികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരുടെ വീടുകളിലും ഒരു സ്വകാര്യ സ്വത്തായി അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ സൂക്ഷിക്കുന്നുണ്ട് എന്നത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ആളുകളുടെ ചില വാചകങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഉദ്ധരിക്കുന്നത് ഏറെ ശ്രദ്ധേയമായിരിക്കും. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ മലയാളമല്ലാത്ത ലോകപ്രസിദ്ധമായ ഏതെങ്കിലും ഒരു ഭാഷയിലായിരുന്നുവെങ്കിൽ ഇബ്നു കസീറിന്റെ ഖുർആൻ പരിഭാഷയ്ക്ക് സമാനമാകുമായിരുന്നു അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എന്ന് മുജാഹിദുകളല്ല അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. സമസ്തക്കാരെ ഖുർആൻ പരിഭാഷയെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ 970-കൾക്ക് ശേഷമാണ്. KV കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതി. ആ ഖുർആൻ പരിഭാഷ എഴുതാൻ തീരുമാനിച്ചെഴുതുന്ന ഘട്ടത്തിൽ അതിന് മറുപടി പറഞ്ഞത് സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെയായി. EK ഹസൻ മുസ്ലിയാരാണ് മലയാളത്തിലൊരു പുസ്തകം എഴുതി ഖുർആൻ പരിഭാഷക്കെതിരെ, EKയുടെ ഖുർആൻ പരിഭാഷക്കെതിരെ ശബ്ദിച്ചത്. അന്ന് പറഞ്ഞ ന്യായം ഇതാ മുസ്ലിങ്ങൾ വായിക്കുകയും കൈകൊണ്ട് തൊടുകയും ചെയ്യും, അത് പാടില്ല. അന്ന് KV കൂറ്റനാട് മുസ്ലിയാർ അതിന് മറുപടി പറഞ്ഞത് ഞാൻ എൻ്റെ ഖുർആൻ പരിഭാഷയുടെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ മുസ്ലിങ്ങൾക്ക് വായിപ്പാനും കൊടുപ്പാനും പാടില്ലാത്തതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് KV മറുപടി പറഞ്ഞു. അതിന് മറുപടി EK ഹസൻ മുസ്ലിയാർ വീണ്ടും പറഞ്ഞു. EK പറഞ്ഞത് ഒരു ആനയുടെ ഒരു തട്ടിനില്ലാത്ത മുള്ളുകൊണ്ട് വേലി കെട്ടി ആ വേലിക്ക് മുകളിൽ ഇത് ആന നടപ്പാതിരിക്കാനും കടപ്പാതിരിക്കാനുമാണ് എന്ന് എഴുതി വെക്കുന്നവന്റെ വിഡ്ഢിത്തത്തിലാണ് KV കൂറ്റനാട് മുസ്ലിയാർ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് സമസ്തയുടെ കേന്ദ്രങ്ങളിൽ അതിശക്തമായ കോലിളക്കം സൃഷ്ടിച്ച ഖുർആൻ പരിഭാഷയുടെ വിപ്ലവങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട പണ്ഡിതന്മാരിലൂടെ നടന്നതാണ് എന്ന് നമുക്ക് ചരിത്രം വരുത്തുമ്പോൾ കാണാൻ സാധിക്കും. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാറ്റങ്ങൾ, നവോത്ഥാനപരമായ വിപ്ലവങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുകയുണ്ടായി. മാത്രമല്ല രോഗങ്ങൾ ഉണ്ടായാൽ ഏലസുകളുടെയും മുറുക്കുകളുടെയും മന്ത്രങ്ങളുടെയും കാൽക്കീഴുകളിൽ, മന്ത്രവാദികളുടെയും കാൽക്കീഴുകളിൽ അടയിരുന്ന മുസ്ലിം സമുദായത്തെ എന്ന പ്രവാചകന്റെ വചനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് മുജാഹിദ് പ്രസ്ഥാനം തന്നെയായിരുന്നു. കേരളക്കരയിൽ പ്ലേഗും കോളറയുമൊക്കെ പടർന്നു പിടിച്ച കാലത്ത് മഞ്ചേരിക്കടുത്ത് ആമയൂര് പ്രദേശത്തുള്ള കുറെ ആളുകൾ മമ്പുറം മക്കാമിൽ തൻ്റെ
കൊടി പുതപ്പിച്ച്, ആ ദർഗയെ പുതപ്പിച്ച് ആ കൊടിയുമെടുത്ത് മലക്ക് മുകളിൽ കൂട്ടവാങ്ക് കൊടുക്കാൻ ഓടിയ കാലത്ത് അലി അക്ബർ മൗലവി എന്ന മഹാനായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതൻ ഓടുന്ന ജനങ്ങളെ തടഞ്ഞു നിർത്തി ചോദിച്ചത്, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? അവര് പറഞ്ഞു, മലക്ക് മുകളിൽ കയറി കൂട്ടവാങ്ക് കൊടുത്താൽ മലക്ക് ശൈത്താന്മാരൊക്കെ നാട് നീങ്ങി രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അലി അക്ബർ മൗലവിയുടെ മറുപടി, രസകരമായ അദ്ദേഹത്തിന്റെ മറുപടി, നാട്ടിലെ ശൈത്താന്മാരെ ഓടിക്കാൻ മലക്ക് മുകളിൽ നിങ്ങൾ കൂട്ടവാങ്ക് കൊടുക്കാൻ ഓടുന്നു. മലക്ക് മുകളിലെ നിങ്ങളുടെ ബാങ്ക് കേട്ട് മലക്ക് മുകളിലെ ശൈത്താന്മാർ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങിയാൽ പിന്നെ എവിടെ പോയാണ് നിങ്ങൾ കൂട്ടവാങ്ക് കൊടുക്കുക എന്ന് വിവേകമില്ലാത്ത സമുദായത്തിന് വിവേകം പറഞ്ഞു കൊടുത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ. എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്, നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ട് മാസങ്ങളും ദിവസങ്ങളും അധികം കഴിഞ്ഞു പോയിട്ടില്ല. ചങ്ങരംകുളത്ത് അദ്ദേഹം താമസിക്കുന്ന കാലത്ത് എ.പിയുടെ പ്രസംഗങ്ങളിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് കേരളത്തിലെ മുസ്ലിം സാഹചര്യത്തെ കുറിച്ച്. എ.പി തന്നെ പറയുന്നത്, വൈകുന്നേരമായാൽ തന്റെ വീട്ടിൽ നിന്ന് ഉമ്മ കൂക്ക് തുടങ്ങും. ഉമ്മയുടെ കൂക്ക് കേട്ടാൽ പെങ്ങൾ കൂക്കാൻ തുടങ്ങും. പെങ്ങളുടെ കൂക്ക് കേട്ടാൽ വീട്ടിൽ നിന്ന് അടുത്ത കൂക്ക് വരും. നാട്ടിൽ മുഴുവൻ വൈകുന്നേരമായാൽ കൂക്കോട് കൂക്ക്. ആളുകളൊക്കെ വിചാരിച്ചത് ശൈത്താൻ കൂക്കാണ്, ഇത് പലതരത്തിലുള്ള ക്ഷുദ്രജീവികളുടെ കൂക്ക് ശബ്ദമാണ് ഈ കേൾക്കുന്നത് എന്ന് പേടിച്ചു വിറച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത കാലം. ചങ്ങരംകുളത്ത് നിന്ന് ഉദായിലേക്കും എടവണ്ണയും പത്തപ്പിരിയവും താമസിക്കാൻ വന്ന തൗഹീദിന്റെ മണ്ണിലേക്ക് മൗലവി തന്റെ ജീവിതത്തെ പറിച്ചു നട്ടതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും ആ നാട്ടിലും ഒരു കൂക്ക് പോലും കേട്ടിട്ടില്ല എന്നത് ഇസ്ലാഹി പ്രസ്ഥാനം സൃഷ്ടിച്ച തൗഹീദുള്ള മനുഷ്യരുടെ മഹത്വമായി മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇങ്ങനെ ഏത് വിഷയത്തിലും മുസ്ലിം സമൂഹത്തെ മുജാഹിദുകൾ നന്മയുടെ മാർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തി, നവോത്ഥാനത്തിന്റെ മാർഗങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം സൃഷ്ടിച്ച പരിവർത്തനം വേറെ ആരും സൃഷ്ടിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം നടന്ന നാൾ വഴികളിലൂടെയാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം എക്കാലഘട്ടത്തിലും സഞ്ചരിച്ചിട്ടുള്ളതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ നരേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടും നടപ്പിലാക്കണമെന്ന് വാശി പിടിച്ച് നടക്കുന്ന ചില രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റിന്റെ വക്താക്കളെ സമൂഹത്തിലും സമുദായ മധ്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയാനും നരേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയാനും ആ സമുദായത്തിന് ബോധവൽക്കരണം നൽകിയത് ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്നത് അവർ പോലും നിഷേധിക്കാത്തൊരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നതും കോടതികളിൽ പോകുന്നതും ജോലി സ്വീകരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും മുഴുവൻ ശിർക്കാണെന്നും നിഷിദ്ധമാണ് എന്നും സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ചീന്തിയെറിയണമെന്നും സമുദായത്തിൽ ബോധിപ്പിച്ചവരുടെ വാക്കുകൾ കേട്ടാണ് സമൂഹ നേതൃത്വം സഞ്ചരിച്ചിരുന്നതെങ്കിൽ എന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴികളിലേക്കും വിദ്യാഭ്യാസ നിഷേധത്തിന്റെ പടുകുഴികളിലേക്കും ഈ സമുദായം എടുത്തെറിയപ്പെടുമായിരുന്നു. പക്ഷേ കെ.എം. മൗലവിയെപ്പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെപ്പോലെ, ഈ മൊയ്ദ് മൗലവിയെപ്പോലെ, അതുപോലെ തന്നെ വക്കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെപ്പോലെ കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാർ ഈ സമുദായത്തെ ചരിത്രത്തിന്റെ ഉന്നതികളിലേക്ക് കൈപിടിച്ചുയർത്തി മാറ്റങ്ങളുണ്ടായി, പരിവർത്തനങ്ങളുണ്ടായി. സച്ചാർ കമ്മിറ്റി എന്ന റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്ത് സച്ചാർ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ച് മാധ്യമങ്ങൾക്കത് ലഭിച്ചപ്പോൾ നമ്മൾ കേൾക്കുകയുണ്ടായി ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥകളെ കുറിച്ച്. കൊൽക്കത്തയുടെയും പശ്ചിമ ബംഗാളിന്റെയും ഉത്തർപ്രദേശിന്റെയും മുംബൈയുടെയും ഡൽഹിയുടെയും തെരുവുകളിൽ കമ്മീഷൻ അംഗങ്ങൾ സഞ്ചരിച്ചു. വൈദ്യുതി വിളക്കുകൾ അവസാനിക്കുന്നിടത്ത് മുസ്ലിം ഗ്രാമങ്ങൾ അവർ ഉത്തരേന്ത്യയിൽ കണ്ടു. ടാറിട്ട റോഡുകൾ അവസാനിക്കുന്നിടത്ത് മുസ്ലിം ഗ്രാമങ്ങൾ അവർ ഉത്തരേന്ത്യയിൽ കണ്ടു. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ, കൊൽക്കത്തയുടെയും മുംബൈയുടെയും ഡൽഹിയുടെയും ഒക്കെ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ ചില വാഹനങ്ങൾ അവിടെ വരികയുണ്ടായി. ആ വാഹനങ്ങൾ മൃഗങ്ങളുടെ സ്ഥാനത്ത് മനുഷ്യർ വലിക്കുന്ന വണ്ടികളുള്ള ചില വാഹനങ്ങളായിരുന്നു. അതിൽ കയറി ആ വാഹനം അവർക്കെത്തേണ്ട സ്ഥലങ്ങളിൽ അവരിറങ്ങി വാഹനം ഓടിച്ചവരുടെ പേര് ചോദിക്കുമ്പോൾ മുസ്ലിം പേരുകളായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. നാൽക്കാലി മൃഗങ്ങളുടെ സ്ഥാനത്ത് മനുഷ്യർ വലിക്കുന്ന വണ്ടികളുമായി ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിനുണ്ടായി. ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യമില്ലാത്തവരല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങളെക്കാളും എണ്ണത്തിൽ അവർ കൂടുതലുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളെക്കാളും സാമ്പത്തികമായവർ ഉന്നതിയിൽ നിൽക്കുന്നവരാണ്. 8 നൂറ്റാണ്ട് കാലഘട്ടത്തോളം 750 വർഷത്തിലധികം ഉത്തരേന്ത്യ അടക്കി ഭരിച്ച മുസ്ലിം ഭരണാധികാരികളുടെ ചരിത്രവും ഉത്തരേന്ത്യയുടെ മണ്ണിനും ഉത്തരേന്ത്യക്കാർക്കും പറയാനുണ്ട്. പക്ഷേ സാംസ്കാരിക പൈതൃകങ്ങളായി ഉത്തരേന്ത്യയുടെ മണ്ണിൽ കുറെ പൈതൃകങ്ങൾ ഉണ്ടെന്നല്ലാതെ കേരളത്തിലുള്ളതുപോലെ അന്തസ്സുള്ളൊരു മുസ്ലിം സമുദായത്തെ ഉത്തരേന്ത്യക്ക് പറയാനില്ല. അവിടെ താജ്മഹലും അവിടെ കുത്തബ് മിനാറും അവിടെ ചെങ്കോട്ടയും മുഗൾ ഗാർഡനും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷേ കേരളത്തിലൊരു താജ്മഹലും കേരളത്തിലൊരു കുത്തബ് മിനാറും കേരളത്തിലൊരു ചെങ്കോട്ടയും
കേരളത്തിലെ മുഗൾ ഗാർഡനും നമുക്കാർക്കും കാണാൻ കഴിയില്ല. പക്ഷെ മുഗൾ ഗാർഡനേക്കാളും സൗന്ദര്യവും ചെങ്കോട്ടയെക്കാളും സുശക്തവും കുത്തബ് മിനാറിനേക്കാളും ഉയരത്തിൽ നിൽക്കുന്ന താജ്മഹലിനേക്കാളും സൗരഭ്യം പടർത്തുന്ന ഒരു സമുദായം ആരുടെ മുന്നിലും നിവർന്നു നിന്ന് കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾ ഉണ്ടെന്ന് പറയാൻ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സമുദായം എങ്ങനെയുണ്ടായി, എങ്ങനെ വളർന്നു വന്നു? ടാറിട്ട റോഡുകൾ അവസാനിക്കുന്നിടത്ത് നിന്ന് കേരളത്തിൽ മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നില്ല. വൈദ്യുതി വിളക്കുകൾ അവസാനിക്കുന്നിടത്ത് നിന്ന് കേരളത്തിൽ മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നില്ല. തിരുവനന്തപുരത്തിന്റെയും കൊച്ചിയുടെയും കോഴിക്കോടിന്റെയും കാസർഗോഡിന്റെയും കേരളത്തിൽ ഒരു ജില്ലയുടെയും റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ മനുഷ്യർ വലിക്കുന്ന വണ്ടികൾ കടന്നു വരുന്നില്ല. എന്തുകൊണ്ട്? ഇത്തരം മാറ്റങ്ങൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനുണ്ടായി. ഇവിടെ നമുക്കൊരു KM മൗലവിയുടെ ചരിത്രം പറയാനുണ്ട്. ഉത്തരേന്ത്യക്ക് ഒരു KM മൗലവിയുടെ ചരിത്രം പറയാനില്ല. ഇവിടെ നമുക്കൊരു സനാഉല്ലാ മക്തി തങ്ങളുടെ ചരിത്രം പറയാനുണ്ട്. ഉത്തരേന്ത്യയുടെ മണ്ണിന് ഒരു സനാഉല്ലാ മക്തി തങ്ങളുടെ ചരിത്രം പറയാനില്ല. ഇവിടെ നമുക്കൊരു ഇമോയിദ് മൗലവിയുടെയും ഇവിടെ നമുക്കൊരു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും ഇവിടെ നമുക്കൊരു കട്ടലശ്ശേരി മുഹമ്മദ് മൗലവിയുടെയും ഇവിടെ നമുക്ക് K ഉമർ മൗലവിയെ പോലെ മഹാരഥന്മാരായ പണ്ഡിത നേതൃത്വത്തിന്റെ ഈ സമുദായത്തെ സ്നേഹിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് കേരളത്തിന്റെ മണ്ണിൽ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാനുണ്ട്. ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത സുവർണ ലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട, സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. ഇങ്ങനെ ഏത് രംഗത്തും ഈ സമുദായത്തെ മുജാഹിദുകൾ കൈപിടിച്ചുയർത്തി. നവോത്ഥാനത്തിന്റെ ഭൂമികകളിലേക്ക് സമുദായത്തെ മുജാഹിദുകൾ കൈപിടിച്ചുയർത്തുന്ന ഘട്ടത്തിൽ തന്നെ വിശ്വാസപരമായും ഈ സമുദായത്തെ നവോത്ഥാനത്തിന്റെ നാൾവഴികളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം പടുത്തുയർത്തിയിരുന്നു. 1923 ഒന്നാമത്തെ വാർഷിക സമ്മേളനം ഐക്യസംഘത്തിന്റെ നടന്നു. രണ്ടാമത്തെ വാർഷിക സമ്മേളനത്തിൽ കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രമേയങ്ങളിൽ പ്രധാനപ്പെട്ടത് വിശ്വാസപരമായി മുസ്ലിം സമൂഹത്തെ ബാധിച്ച അന്ധവിശ്വാസങ്ങൾക്ക് പ്രതികരിക്കണമെന്ന ശക്തമായ അതിന്റെ തുടക്കമായിരുന്നു. പക്ഷേ വിശ്വാസപരമായി ബാധിച്ച അന്ധവിശ്വാസങ്ങൾക്കെതിരെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ കേരള മുസ്ലിം ഐക്യസംഘം പ്രതികരിച്ചപ്പോൾ ഈ കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ചില പണ്ഡിതന്മാർക്കും ചില ആളുകൾക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഐക്യസംഘത്തിന്റെ പണ്ഡിതന്മാർക്ക് വിവരമില്ല, ഐക്യസംഘത്തിന്റെ ആളുകൾ കിതാബോധാത്തവരാണ്, അവർ പുസ്തകം വായിച്ച് മതം പറയുന്നവരാണ്, ദീൻ പറയാൻ അവർക്ക് അവകാശമില്ല എന്ന ആക്ഷേപത്തിൽ നിന്നായിരുന്നു 1924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന കേരളത്തിന്റെ മണ്ണിൽ രൂപീകരിക്കപ്പെട്ടത്. ജംഇയ്യത്തുൽ ഉലമയിൽ മുഴുവൻ പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും അതിൽ അംഗങ്ങളായിരുന്നു. പക്ഷേ ആ പണ്ഡിത സംഘടന എടുക്കുന്ന നിലപാടുകൾ തങ്ങളുടെ ചിന്തകൾക്ക് യോജിക്കാതെ വന്നപ്പോൾ, തങ്ങളുടെ ഉദരപൂരണത്തിന് ബുദ്ധിമുട്ടാകുമെന്ന ഘട്ടം വന്നപ്പോൾ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ യോഗം ചേർന്ന് കേരളത്തിൽ ഒന്നാമത്തെ മുസ്ലിം സംഘടനയിലെ പിളർപ്പിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുകയുണ്ടായി. കേരളത്തിൽ ഒന്നാമത്തെ മുസ്ലിം സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദ് പ്രസ്ഥാനത്തിന് ശേഷമാണ് കടന്നു വന്നത്. അവരവരുടെ ദുർവ്യാഖ്യാനങ്ങളും അന്ധവിശ്വാസ പ്രചരണങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയുണ്ടായി. അവരോട് മുജാഹിദുകൾ ഈ ആദർശം പറഞ്ഞു. മുജാഹിദുകൾക്ക് ആരുടെ മുന്നിലും എന്നും വെക്കാനുണ്ടായിരുന്ന ഒരു ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിനെ കുറിച്ചായിരുന്നു. കാരണം അമ്പിയാക്കന്മാർ പ്രചരിപ്പിച്ച ആദർശം അതാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയേ, താങ്കൾക്ക് മുമ്പ് നാം ഒരു ദൂതനെയും നിയോഗിച്ചിട്ടില്ല, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ബോധനം നൽകാതെ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് തന്നെ ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ലോകത്തെ പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ആദർശമായിരുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ സമുദായത്തിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും നാം അമ്പിയാക്കന്മാരെ നിയോഗിച്ചു, നാം പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർ മുഴുവൻ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആദർശത്തെക്കുറിച്ചും ആ തൗഹീദിനെ കുറിച്ചുമായിരുന്നു. പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാകും, എന്തിനാണ് മുസ്ലിം സമുദായത്തോട് ഈ തൗഹീദ് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ ആരാധിക്കണമെന്ന കാര്യത്തിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അവരോട് എന്തിനാണ് നിങ്ങൾ തൗഹീദ് പറയുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ട്. പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രവാചകന്മാർ പറഞ്ഞത് അള്ളാഹുവിനെ പരിചയമില്ലാത്ത സമുദായത്തിന്റെ മുന്നിലായിരുന്നില്ല, സമൂഹത്തിന്റെ മുന്നിലായിരുന്നില്ല. നബി തിരുമേനി ജനിക്കുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് എന്ന വല്ലുപ്പ തന്റെ മകന് അബ്ദുള്ള എന്ന് പേരിട്ടത് റസൂലുള്ളാഹി വന്നിട്ട് കൊടുത്ത പേരല്ല എന്ന് ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയാം. അബ്ദുള്ള എന്ന് അബ്ദുൽ മുത്തലിബ് തന്റെ മകന് പേരിടണമെങ്കിൽ നബി തിരുമേനി ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ കുറിച്ച് അബ്ദുൽ മുത്തലിബിന് പരിചയമുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യം വരും.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബി തിരുമേനി ജനിക്കുന്നതിന്റെ തൊട്ടുമാസങ്ങൾക്ക് മുമ്പ് അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയം തകർക്കാൻ വരുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകക്കൂട്ടങ്ങളെയും പിടിച്ച് അബ്രഹത്തെ തിരിച്ചുപോയി. അബ്രഹത്തിന്റെ മുന്നിലേക്ക് കടന്നു എന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്ന ചില വാക്കുകളുണ്ട്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, രാജാവേ, ഈ ആനപ്പട ഈ ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും എന്റേതാണ്. അത് കൊണ്ടുപോയാൽ മക്കയിലെ നേതാവ് എന്ന നിലയിൽ എനിക്ക് ക്ഷീണമാണ്. അത് കൊണ്ടുപോകരുത്. ഈ കഅബാലയം വേണമെങ്കിൽ അങ്ങ് തകർത്തുകൊള്ളു. അത് അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹ് അതിനെ സംരക്ഷിച്ചുകൊള്ളും. എനിക്കതിനോട് ബാധ്യതകളില്ല എന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഭവനമാണ് കഅബ. അള്ളാഹുവിനെ കുറിച്ച് അബ്ദുൽ മുത്തലിബിനും പരിചയമുണ്ടായിരുന്നു. കാലങ്ങൾ ഇങ്ങോട്ട് നീങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന് തൗഹീദ് പറയുന്ന നാൾവഴികളിൽ ബദർ യുദ്ധത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നു. ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഈ മക്കയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് മുശ്രിക്കുകൾ അവരുടെ നേതാക്കന്മാരും ബദറിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കഅബത്തിന്റെ കില്ല പിടിച്ച് അബൂജഹൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചരിത്രത്തിന്റെ താളുകളിൽ വായിച്ചെടുക്കാൻ കഴിയും. അല്ലാഹുമ്മ അൻസുർ അലൽ ജുന്ദൈൻ വഅക്രമൽ ഫിഅതൈൻ വഖദൽ കബീലതൈൻ, രണ്ടാലൊരു ഗോത്രത്തെ, മാന്യമായ സംഘത്തെ നീ സഹായിക്കണമെന്ന് അബൂജഹലിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. അല്ലാഹുവേ, മുഹമ്മദ് പറയുന്നതാണ് സത്യമെങ്കിൽ ഫംതിർ അലൈനാ ഹിജാറത്തും മിനസ് സമാ, ആകാശത്ത് നിന്ന് കൽമഴ പെയ്യിച്ച് ഞങ്ങളെ നശിപ്പിക്കണേ എന്ന് അബൂജഹലിന്റെ പ്രാർത്ഥന അള്ളാഹുവിനോടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ബദറിലേക്ക് കടന്നുപോയത്. അപ്പൊ അബൂജഹലിന് അള്ളാഹുവിനെ അറിയാമായിരുന്നു, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. നബി തിരുമേനിയെ വിളിച്ചുകൊണ്ട് ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. നബിയെ, അബൂജഹലിനെയും അബൂലഹബിനെയും അബൂ സുഫിയാനെയും പോലെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ വിളിച്ചിട്ട് നബിയെ താങ്കൾ പറയുക, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് അബൂജഹൽ ആകാശത്തെ സൃഷ്ടിക്കുന്നവൻ? ആരാണ് അബൂജഹലെ ഭൂമിയെ സൃഷ്ടിച്ചത്? ആകാശഭൂമികളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും സംവിധാനിച്ച സംവിധായകൻ ആരാണ് എന്ന് അബൂജഹലിനോട് ചോദിച്ചാൽ ലാത്തയെയും ഉസ്സയെയും മനാത്തയും ഹുബിൽ അലയുടെയും മുന്നിൽ കൈകൾ ഉയർത്തി നിന്ന അബൂജഹലിന്റെ മറുപടി ലാത്ത എന്നായിരുന്നില്ല, ഉസ്സ എന്നായിരുന്നില്ല, ഹുബിൽ അല എന്നായിരുന്നില്ല. മറിച്ച് അവർ പറഞ്ഞ മറുപടി അല്ല എന്നായിരുന്നു. എങ്കിൽ നബിയെ, അടുത്ത ചോദ്യം ഒന്ന് ചോദിക്ക നബിയെ, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആകാശത്തുനിന്ന് കോരിച്ചൊരിയുന്ന മഴത്തുള്ളികളെ വർഷിപ്പിച്ച് നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിച്ചു കൊണ്ടുവരുന്നവൻ ആരാണ് എന്ന് അബൂജഹലിനോടും അബൂലഹബിനോടും ഉത്തുബത്തിനോടും ശൈബത്തിനോടും നബിയെ താങ്കളൊന്ന് ചോദിച്ചു നോക്കെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ ലാത്തയെയും ഉസ്സയെയും ഹുബിൽ അലയെയും ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞ മറുപടി അള്ളയാണെന്നായിരുന്നു. പിന്നെന്തിനാണ് അബൂജഹലെ ആകാശത്തുനിന്ന് വെള്ളം തരുന്നവനും വായു സംവിധാനിച്ചവനും സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സംവിധാനിക്കുന്നവനും അള്ളയാണെങ്കിൽ എന്തിനാണ് അബൂജഹലെ താങ്കൾ ഇങ്ങനെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അതുപോലെ ഹുബില്ലയെയും ഈ ആളുകളെയൊക്കെ വിളിച്ചു തേടുന്നത്? അബൂജഹലിന്റെ മറുപടി ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഇടയാളന്മാരായിട്ടല്ലാതെ ആരെയും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന മറുപടിയായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞത്. ഇതേ മറുപടിയും പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായവും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആദ്യ കാലഘട്ടങ്ങൾ രംഗത്ത് വന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ഉയർന്നു വന്നതും ഭീമാപ്പള്ളിയിലെ ദർഗയ്ക്ക് മുന്നിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഹമ്മദിക്കയോട് ആരാണ് ആകാശത്ത് സൃഷ്ടിച്ചതെന്ന്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ആ മുഹമ്മദിക്കയോട് ചോദിച്ചാൽ ഭീമാപ്പള്ളിയിലെ ബീവിയാണ് അദ്ദേഹം പറയില്ല. ഏലുവാടി തങ്ങളും മുത്തുപ്പേട്ടയിൽ ആണ്ടവരും നാഗൂർ ലജ്വീരിൽ ആണ്ടവനും കടുവാപ്പള്ളിയിലെ തങ്ങളുമാണ് എന്നവർ മറുപടി പറയില്ല. ഒരു മലക്കുകളും ഒരു ജിന്നുകളുമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചെന്നവർ മറുപടി പറയില്ല. അവരുടെ മറുപടി അള്ളയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. ഈ ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും കൈകൾ ഉയർത്തി നിൽക്കുന്ന മുഹമ്മദിക്കയുടെ മുന്നിൽ ചെന്ന് ആരാണ് മഴത്തുള്ളികളെ വർഷിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി അതും അള്ളയാണ്. പിന്നെന്തിനാണ് ഭീമാപ്പള്ളിയും കടുവാപ്പള്ളിയും ഏർവാടിയും മുത്തുപ്പേട്ടയും നാഗൂരാണ്ടവരും അജമീർത്തങ്ങളും കേരളത്തിലെ തലയുയർത്തി നിൽക്കുന്ന ജാറങ്ങളും മക്കബറകളും പുണ്യമരങ്ങളും പുണ്യപുഷ്പങ്ങളുടെ മുന്നിലും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൈകൾ ഉയർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരും പറയുന്ന മറുപടി ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ അവരെ വിളിച്ചു തേടുന്നില്ല, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനുള്ള ഇടയാളന്മാരായിട്ടല്ലാതെ എന്നായിരുന്നു അവരും പറയുന്ന മറുപടി. ഈ സമൂഹത്തോടാണ് മുജാഹിദുകൾ തൗഹീദ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് എന്ന പാപം
അതാണ് അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മരിച്ചുപോയവരിലേക്ക് നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. നിസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല, നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല, ഇബാദത്തുകൾ അല്ലാഹുവിന് ആവശ്യമില്ല, ഒരു സൽപ്രവർത്തനവും അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ശക്തമായി ഈ സമൂഹത്തിന് താക്കീത് നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഖുർആൻ പറഞ്ഞത് വലഖദ് ഊഹിയ ഇലൈക്, നബിയെ താങ്കളിലേക്ക് വഹി നൽകിയ കാര്യം താങ്കൾ ഓർക്കേണ്ടതുണ്ട്. എന്താണ് താങ്കൾക്ക് വഹി നൽകപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, താങ്കളുടെ ജീവിതത്തിൽ ഈ ശിർക്ക് കടന്നു വന്നാൽ അല്ലാഹു താങ്കളുടെ നന്മകൾ മുഴുവൻ സ്വീകരിക്കാതെ ബാത്തിലാക്കി കളയും, താങ്കൾ നരകത്തിന് അവകാശപ്പെട്ടവനായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകളെന്നും ഈ തൗഹീദിന് പ്രാമുഖ്യം നൽകിയതും ഈ തൗഹീദിന് മുൻതൂക്കം നൽകിയതും ഒന്നാമതായും പ്രധാനമായും പ്രഥമമായും മുജാഹിദുകൾ ഈ തൗഹീദ് പറയുവാനുമുള്ള കാരണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ വിരോധികൾ പോലും എക്കാലഘട്ടത്തിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. 2002 മുജാഹിദ് പ്രസ്ഥാനത്തോട് ചില ആളുകൾക്ക് ഈ തൗഹീദിനോട് താല്പര്യമില്ലെന്നും തൗഹീദ് പ്രബോധന പ്രവർത്തനം അത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ നാണിപ്പിക്കുന്ന തെറിപ്പാട്ടാണ് എന്നും അത് സ്പാനിഷ് കാളകളുടെ കാളപ്പോറ്റാണ്, ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളും എന്ന് ആക്ഷേപിച്ച് നടന്ന ആളുകളുണ്ടായിരുന്നു. അവരോടും അക്കാലഘട്ടം മുതൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് നമ്രൂദിന്റെ രാജകൊട്ടാരത്തിൽ ചെന്ന് നമ്രൂദുമായി ഇബ്രാഹിം നബി നടത്തിയ വാദപ്രതിവാദം, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, നീ ദൈവമാണെങ്കിൽ പടിഞ്ഞാറസ്തമിക്കുന്ന സൂര്യനെ നീ കിഴക്കസ്തമിപ്പിക്ക്, കിഴക്കുദിക്കുന്ന സൂര്യനെ നീ പടിഞ്ഞാറുന്നുദിപ്പിക്കും. ഉത്തരം മുട്ടിപ്പോയി. ഇബ്രാഹിം നബി നടത്തിയ വാദപ്രതിവാദം കാളപ്പോറ്റാണെന്ന് ആക്ഷേപിക്കുന്നവരെ ഇബ്രാഹിം നബി നടത്തിയ കാളപ്പോറ്റ് നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുജാഹിദുകളെന്ന് മുജാഹിദ് പ്രസ്ഥാനം അക്കാലഘട്ടത്തിൽ അവർക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഖണ്ഡന പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് സ്പാനിഷ് കാളകൾ തമ്മിലുള്ള കാളപ്പോറ്റാണ് എന്ന് ആക്ഷേപിച്ചു പ്രസംഗിച്ചു നടന്നവർക്ക് മുന്നിൽ കഅബാലയത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉക്കാല ചന്തയിലെ മക്ക മുശ്രിക്കുകൾക്ക് മുന്നിൽ ചെന്ന് തൗഹീദ് പറഞ്ഞു. അബൂജഹൽ അതിന് മറുപടി പറയും, നബി തിരുമേനി അതിന് മറുപടി പറയുന്ന ഖണ്ഡന പ്രസംഗങ്ങൾ സ്പാനിഷ് കാളകൾ തമ്മിലുള്ള കാളപ്പോറ്റാണ് എന്ന് ആക്ഷേപിക്കുന്നവരെ പ്രവാചകൻ നടത്തിയ കാളപ്പോറ്റ് നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുജാഹിദുകളെന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്നവർക്ക് മറുപടി നൽകുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങളോടുള്ള കൂറി സമുദായത്തെ പഠിപ്പിച്ചു, ഈ സമൂഹത്തെ പഠിപ്പിച്ചു. അന്ന് ഇതിനോടൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് പുറത്തുപോയ ആള് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് മദനിയുടെ കൈപിടിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ വിരുദ്ധ ചേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ ഒരാൾ പറഞ്ഞ വാക്കുകൾ പ്രസ്താവ്യമാണ്. അദ്ദേഹം പറഞ്ഞത്, മൗലവി, മുജാഹിദ് പ്രസ്ഥാനമില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല, മുജാഹിദ് പ്രസ്ഥാനമില്ലാത്ത കേരളത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനാവില്ല. മുജാഹിദുകളെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം പറയാൻ കേരളത്തിന്റെ മണ്ണിലില്ലാതിരുന്നുവെങ്കിൽ ബിംബങ്ങളെ കെട്ടിപ്പിടിച്ചു പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളായി ഞങ്ങളൊക്കെ മാറുമായിരുന്നുവെന്ന്, ഞങ്ങളെ അതിൽ നിന്ന് തടയുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് പോലും പറയേണ്ടി വന്നത് ഈ പ്രസ്ഥാനം ഈ സമുദായത്തിന് നൽകിയ നന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദുകൾക്കെന്നും തൗഹീദിനോടായിരുന്നു സ്നേഹം. തൗഹീദ് അതിന് ബാധിക്കുന്ന ഒരു കാര്യവും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഈ അടുത്തും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായി, ചില പ്രയാസങ്ങൾ ഉണ്ടായി. പലരും പറയും, എന്താണ് മുജാഹിദുകൾക്കിടയിൽ സംഭവിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചില ആളുകൾ KP അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില ആളുകളോടുണ്ടായ അസൂയയായിരുന്നു, TP അബ്ദുള്ള കോയ മദനിക്ക് ചില ആളുകളോടുണ്ടായ അസൂയയായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കുള്ള അസൂയയും അവരോടുള്ള വിരോധവും കൊണ്ടുണ്ടായ പ്രതിസന്ധികളാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ 3 വാദപ്രതിവാദങ്ങൾ ഈ വിഷയമായി ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുകയുണ്ടായി. 3 വാദപ്രതിവാദങ്ങൾ നടന്നു. ഒന്ന് പന്നിപ്പാറ എന്ന് പറയും, മലപ്പുറം ജില്ലയിലാണ് 3 നടന്നത്. പന്നിപ്പാറയിലാണ് 1 നടന്നത്. 2ാമത് നടന്നത് കോഴിച്ചന എന്ന് പറയുന്ന പ്രദേശത്താണ്. 3 പത്തപ്പിരിയം എന്ന് പറയുന്ന പ്രദേശത്താണ്. 3 വാദപ്രതിവാദങ്ങളുടെയും വിഷയം AP അബ്ദുൽ ഖാദർ മൗലവിക്കുള്ള അധികാരമോഹമായിരുന്നു, TP അബ്ദുള്ള കോയ മദനിക്കുള്ള അധികാരമോഹമായിരുന്നു. സംഘടനയിലെ നേതാക്കന്മാർക്ക്
അധികാരം പിടിച്ചെടുക്കാനുള്ള താല്പര്യമായിരുന്നു, ഇതായിരുന്നു വാദപ്രതിവാദങ്ങളുടെ വിഷയമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലല്ലോ. ഹയ്യായ നമ്മുടെ സമീപത്തുണ്ടെന്ന് വിചാരിക്കുന്ന, നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നിനോടോ മലക്കിനോടോ സഹായം ആവശ്യപ്പെട്ടാൽ ആ സഹായാർത്ഥന ശിർക്കല്ല എന്ന ഒരു പുതിയ വാദഗതിയായിരുന്നു ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ ആളുകൾ പടുത്തുയർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ പേരിലായിരുന്നു ഇവിടെ ചർച്ചകൾ ഉണ്ടായത്, ഇവിടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായത്. ഈ വാദത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് 2000-ൽ പുറത്തുപോയ ചില പണ്ഡിതന്മാർ, ആളുകൾക്ക് നേതൃത്വം വഹിക്കുന്ന ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ പോലുള്ള പണ്ഡിതന്മാർ പുതുതായി കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെറിയമുണ്ടത്തിന്റെ നാവുകളിൽ നിന്നും ചെറിയമുണ്ടത്തിന്റെ ചിന്തകളിൽ നിന്നും അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന ഒരാൾ ആശയം കടമെടുക്കുകയും ആശയം അദ്ദേഹം ഇസ്ലാഹു മാസികയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അതേറ്റുപിടിച്ച് ചില ആളുകൾ രംഗത്ത് വന്നപ്പോഴായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ആർക്കും തർക്കമില്ലാത്തൊരു വിഷയം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയം. ആ വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കേണ്ടതില്ലാത്ത വിധം നമുക്ക് മനഃപ്പാടമാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരു മനുഷ്യൻ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ച്, ജിന്ന് എനിക്കൊരു വെളിച്ചം തന്ന് സഹായിക്കണമെന്ന് ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന വാദവുമായി ഈ ജബ്ബാർ മൗലവി രംഗത്ത് വന്നത്. ജബ്ബാർ മൗലവി രംഗത്ത് വന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് വ്യക്തിപരമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ തിരുത്താൻ ആവശ്യപ്പെടുകയും വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വാദവുമായി മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഏറ്റെടുത്ത് രംഗത്ത് നടന്നിട്ടില്ല. മറിച്ച് അദ്ദേഹത്തോട് തിരുത്താൻ ആവശ്യപ്പെട്ടു. ഹുസൈൻ സലഫി ആ തിരുത്തലിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ വ്യക്തിത്വമാണ്. അബ്ദുറഹ്മാൻ സലഫി അതിൽ പോയ വ്യക്തിത്വമാണ്. അഹമ്മദ് അനസ് മൗലവി ആ തിരുത്തലിന് നേതൃത്വം കൊടുത്ത് കടന്നുപോയ വ്യക്തിത്വമാണ്. പക്ഷേ പലരും പറയുന്നത്, ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ പറയുന്നത്, ഞാൻ ശിർക്കാണെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടില്ല എന്ന് ഈ അടുത്ത് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. മുജാഹിദുകൾക്ക് വിനയത്തോടുകൂടി അത്തരം ആളുകളോട് പറയാനുള്ളത്, അള്ളാഹുവിനെ സാക്ഷി നിർത്തി പടച്ച റബ്ബാണ് സത്യം, ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ ഞാൻ പോയത് ശിർക്കാണെന്ന് പറയാനല്ല എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഒന്ന് പറയാൻ അത്തരം ആളുകൾക്ക് സാധിക്കുമെങ്കിൽ അവരതൊന്ന് പറയട്ടെ. മുജാഹിദുകൾ ആ കാര്യം പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് വിടും, അള്ളാഹ് തീരുമാനം പറയും എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ. ഒന്ന് പറയാൻ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും പറന്ന് നടന്നു പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാർക്ക് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് അള്ളാഹുവാണ് സത്യം, ശിർക്കാണെന്ന് പറയാനല്ല എന്ന് പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി ഒരിക്കലെങ്കിലും പറയാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ വാചകം മുജാഹിദുകൾ മുഖവിലക്കെടുത്ത് ആ കാര്യം പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് വിടുമായിരുന്നു. പക്ഷെ ഇന്നുവരെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നിട്ടില്ല. മറ്റു ചില ആളുകളുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചതിലുള്ള ബേജാറ് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അള്ളാഹുവിനേക്ക് ആ കാര്യത്തെ വിടാനും അത്തരം ആളുകൾക്കുള്ള പേടി എന്ന് വിചാരിക്കുന്ന മുജാഹിദുകൾ. ഈ വാദം എത്ര ബാലിശമാണ്. ഒരു കാര്യം, ഒരു രാത്രി നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ഒരു വിജനപ്രദേശത്തുകൂടെ റോട്ടിലൂടെ ആരുമില്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല, കുരാക്കുരിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കൊരു വഴിയറിയണം, ഒരു പ്രദേശത്തേക്ക് പോകാൻ ആരെയും കാണുന്നില്ല. അപ്പോ അവിടെ ഒരു ജിന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ച് ജിന്ന് എനിക്കൊരു വെളിച്ചം തരണേ എന്ന് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ശിർക്കാണെന്ന് ആർക്കാണ് സംശയമുള്ളത്? ആർക്കാണ് ആ സഹായതേട്ടം ശിർക്കാണെന്നറിയാത്തത്? വിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞ താക്കീതുകൾക്ക് ഘടകവിരുദ്ധമായ ഒരു വാദമാണിത്. ഒരു കാര്യം വിചാരിക്കണമെങ്കിൽ പോലും അതിനൊരു ബോധ്യം ഉണ്ടാകണം അല്ലേ? നമ്മളിപ്പോ രാത്രി ഇങ്ങനെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു ശബ്ദം, ഒരു കോഴി ഒരു നായ കരയണ ശബ്ദം കേട്ടു വൈകുന്നേരം. അപ്പൊ കുട്ടി ഇങ്ങനെ പുറത്തിറങ്ങാൻ നേരത്ത് ഉമ്മ പറയുന്നു, മോനെ പുറത്തേക്ക് ഇറങ്ങല്ലേ, ഒരു കോഴി കരഞ്ഞ ശബ്ദം ഞാൻ കേട്ടു, അവിടെ കോഴിയുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും പറയോ? ഇല്ല. മോനെ പുറത്തിറങ്ങല്ലേ, ഒരു നായന്റെ കരച്ചിൽ, ഒരു നായ അവിടെ ഉണ്ടാകും. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? നായന്റെ കരച്ചിൽ എന്താണ് നമുക്കറിയാം. ഇപ്പൊ റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു, ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടു, പെട്ടെന്ന് നമ്മൾ ഒന്ന് മാറി, ഒരു ആംബുലൻസ് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ റോട്ടിന്റെ സൈഡിലേക്ക് മാറുമ്പോഴാണ് വേഗത്തിൽ ഒരു കുട്ടി ഒരു പുതിയൊരു ബൈക്കിൽ ഒരു ആംബുലൻസിന്റെ ഹോണൊക്കെ വെച്ചാൽ ആ ഹോൺ അടിച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ വേഗത്തിൽ പോയത്. നമ്മൾ പറയാം, ഞാൻ വിചാരിച്ചു അതൊരു ആംബുലൻസ് ആണെന്ന്. കുട്ടികളുടെ ഒരു കാര്യം, എന്താ കാര്യം? ആംബുലൻസിന്റെ ശബ്ദം എന്താണ് നമുക്കറിയാം, ഒരു ധാരണ ഉണ്ട്. ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നുണ്ടാക്കിയ ശബ്ദമാണ് എന്ന് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഏത് ധാരണയുടെ വെളിച്ചത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഈ സഹായതേട്ടം ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും ഈ നിലപാട് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്.
എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയും മുജാഹിദുകൾ ജിന്നിനെ അബൗദികാക്കി. ആരാ? ജമിയത്തുൽ ഉലമ ഈ വിഷയം ചർച്ച ചെയ്ത് ഒന്നാമത് തീരുമാനിച്ച ഒന്നാമത്തെ ദിവസം തന്നെ കേരള ജമിയത്തുൽ ഉലമ എഴുതിയ വാചകം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബൗദികവുമായ ജിന്നിനോട് നടത്തുന്ന സഹായതേട്ടമെന്നാൽ ഒന്നാമത്തെ ദിവസം ഇതേ വാദാണ് കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാരും പറഞ്ഞത്. എന്നിട്ട് ഇതേ വാദം പറഞ്ഞ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്നും ഇതേ വാദം പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ തൗഹീദിന്റെ മഹാനായ നേതാവും എന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രം ഇങ്ങനെ ഈ വിഷയം വ്യാപകമായി പോയപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കേരള ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്തു. ജമിയത്തുൽ ഉലമയിൽ പണ്ഡിതന്മാർ ചർച്ചയ്ക്കിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്ത് ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്താ? ആ തീരുമാനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബൗദികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ് എന്ന് ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിനിടയിൽ ആരൊക്കൊപ്പിട്ടു? എ പി അബ്ദുൽ ഖാദർ മൗലവി ഒപ്പിട്ടു. ഈ തീരുമാനത്തിനിടയിൽ കരിവള്ളി മുഹമ്മദ് മൗലവി ഒപ്പിട്ടു. ഈ തീരുമാനത്തിനിടയിൽ ടി പി അബ്ദുള്ള കോയ മദനി ഒപ്പിട്ടു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ മുഴുവൻ തർക്കത്തിലിരിക്കുന്ന വിയോജിപ്പുള്ളവരും യോജിപ്പുള്ളവരുമായ എല്ലാവരും ഈ വിഷയത്തിൽ യോജിച്ചൊപ്പിട്ട് പിരിയുകയുണ്ടായി. പ്രശ്നം അവസാനിക്കണം. പക്ഷേ ഈ തീരുമാനത്തോട് തനിക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞ് പിന്നീട് സക്കരിയ സുലാഹി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പുറത്തുപോയി ഈ ആശയം വീണ്ടും പരസ്യമായി പ്രചരിപ്പിക്കുന്നതാണ് മുജാഹിദുകൾ കണ്ടത്. ഈ തീരുമാനം അംഗീകരിച്ചവർ ആരൊക്കെയായിരുന്നു? ഈ തീരുമാനം ISMന്റെ സംസ്ഥാന കൗൺസിൽ കോഴിക്കോട് CD ടവർ നടക്കുമ്പോൾ ISMന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന TK അഷറഫ് ഈ തീരുമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് അഷറഫിന്റെ തീരുമാനവും ISMന്റെ തീരുമാനവും ഈ തീരുമാനമാണ്, ഈ നിലപാടല്ലാത്തൊരു നിലപാട് ISMനും TK അഷറഫിനുമില്ല എന്ന് പ്രസംഗിച്ച TK അഷറഫ് എന്നാണ് ഈ തീരുമാനം തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. അദ്ദേഹമാണത് വിശദീകരിക്കേണ്ടത്. MSMന്റെ സംസ്ഥാന കൗൺസിൽ മദീനത്തുൽ ഉലൂമിൽ നടക്കുമ്പോൾ ഈ തീരുമാനം ഉയർത്തിപ്പിടിച്ച് MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന താജുദ്ദീൻ സ്വലാഹി അന്ന് പ്രസംഗിച്ച പ്രസംഗവും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ തീരുമാനവുമാണ് MSMന്റെയും താജുദ്ദീൻ സ്വലാഹിയുടെയും തീരുമാനം, ആരും അതിൽ സംശയിക്കേണ്ടതില്ല എന്ന് ഈ തീരുമാനം ഉയർത്തിപ്പിടിച്ച് MSMന്റെ കൗൺസിൽ പ്രസംഗിച്ച താജുദ്ദീൻ സ്വലാഹിക്ക് എന്നാണ് ഈ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. എന്നിട്ട് മാത്രമല്ല CP സലീം എന്ന് പറയുന്ന CP മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ പ്രമുഖനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പ്രസംഗങ്ങൾ ഇൻഷാ അല്ലാഹ് സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നമുക്കത് കേൾക്കാൻ കഴിയുന്നതാണ്. ഈ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഉയർത്തിപ്പിടിച്ച് ഈ തീരുമാനമാണ് ശരി, ഈ തീരുമാനമല്ലാത്തൊരു തീരുമാനവും ശരിയല്ല, ചെറിയ മുണ്ടത്തിന്റെ നിലപാട് പിഴച്ചതാണ്, മുജാഹിദ് പ്രസ്ഥാനം എടുത്ത നിലപാട് ഇബ്നു ബാസിന്റെ ഫത്വയടക്കം എടുത്തുകൊടുത്ത് കേരള ജമിയത്തുൽ ഉലമ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പ്രസംഗിച്ച വ്യക്തിത്വങ്ങളായിരുന്നു ഇവര് മുഴുവൻ, എല്ലാ ആളുകളും. എന്നിട്ട് സക്കരിയ സുലാഹി ആദർശത്തോട് യോജിപ്പില്ലെന്ന് പറഞ്ഞ് പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം ഇവർക്ക് നിൽക്കാനുള്ള മാനദണ്ഡം എന്തായിരുന്നുവെന്ന് ഈ ആളുകളാണ് വിശദീകരിക്കേണ്ടത്. ഏറ്റവും രസകരമായ ഒരു സംഗതി, ഇന്നും ഇവർക്ക് ഇന്ന് സാധാരണക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഈ തീരുമാനം ശരിയല്ല, ജമിയത്തുൽ ഉലമക്ക് പിഴവ് പറ്റിയെന്ന്. എന്നാൽ AP അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ട വഫാത്തായതിന്റെ പിറ്റേ ദിവസം കേരളത്തിലിറങ്ങിയ മാധ്യമം ദിനപത്രം, സാധാരണ മാധ്യമത്തിന്റെ പത്രക്കോളങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നാട്ടിലെ പള്ളികളിൽ ഒട്ടിച്ചു വെക്കുകയും വെള്ളിയാഴ്ചകളിൽ വിതരണം നടത്തുകയും ചെയ്യുന്ന ആളുകൾ AP മരിച്ചതിന്റെ പിറ്റേ ദിവസം കേരളത്തിൽ പുറത്തിറങ്ങിയ മാധ്യമത്തിന്റെ പത്രം ആരും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതും ഒട്ടിച്ചുവെടുക്കുന്നതും നമ്മൾ കണ്ടില്ല. എന്താ കാരണം? ആ മാധ്യമത്തിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ ഒരു വാചകം ഉണ്ടായിരുന്നു. എന്താ വാചകം? കരിവള്ളി മുഹമ്മദ് മൗലവി പറഞ്ഞത് കേരള സംഘടനയുടെ ഐക്യത്തിനായി നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കരിവള്ളിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഹുസൈൻ സലഫി, PN അബ്ദുൽ ലത്തീഫ് മദനി എന്നിവരുമായി കരിവള്ളി മുഹമ്മദ് മൗലവി സംസാരിക്കുകയും മുജാഹിദ് പണ്ഡിത സഭയായ KJUന്റെ തീരുമാനങ്ങൾ ഇവർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. എപ്പോ? ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ തീരുമാനം അംഗീകരിക്കാത്തതിന്റെ പേരിലല്ലേ സക്കരിയ സുലാഹി പുറത്തുപോയത്? ഈ തീരുമാനം അംഗീകരിക്കാത്തതിന്റെ പേരിലല്ലേ ഇവരെല്ലാവരും പുറത്തുപോയത്? ഈ തീരുമാനം അംഗീകരിക്കാത്ത സക്കരിയ സുലാഹിയുടെ വേദിയിൽ ഹുസൈൻ സലഫിയും PN അബ്ദുൽ ലത്തീഫ് മദനിയുമൊക്കെ നാളിതുവരെ പ്രസംഗിച്ച് നടന്നിട്ട് ഇന്ന് ഈ തീരുമാനം അംഗീകരിക്കാമെന്ന് കരിവള്ളി മുഹമ്മദ് മൗലവിയോട് പറയാൻ ഇവർക്ക് സാധിച്ചുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ
പണ്ഡിത സഭയുടെ സത്യസന്ധമായ നിലപാടുകളുടെ വിജയമാണ് അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തീരുമാനം ഇന്നവർ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത്? KNM-നാണോ തെറ്റുപറ്റിയത്? ജംഇയ്യത്തുൽ ഉലമക്കാണോ തെറ്റുപറ്റിയത്? ഈ തീരുമാനം അംഗീകരിക്കാമെന്ന് ഹുസൈൻ സലഫിയും PN അബ്ദുൽ ലത്തീഫ് മദനിയും കരിവള്ളി മുഹമ്മദ് മൗലവിയോട് പറഞ്ഞത് സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടാണെങ്കിൽ അവർ തങ്ങളുടെ അനുയായികളോടും അത് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കും മാതൃസംഘടനയിലേക്കും തിരിച്ചു വരികയായിരുന്നു അവർ ചെയ്യേണ്ട പ്രവർത്തനമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ പറയുന്നത് ശിർക്കാണ് എന്ന് ആർക്കും വാദമില്ല. ഇത് ശിർക്കാണെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലോകത്താരും പോകേണ്ടതില്ല. എൻ്റെ കൈകളിലുള്ളത് 1980 അൽമനാർ മാസികയാണ്. ഈ അൽമനാറിൽ ഒരു ലേഖനമുണ്ട്. 1980 എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മുജാഹിദുകളെ തൗഹീദ് പഠിപ്പിച്ച ഈ അൽമനാറിൽ ലേഖനം എഴുതിയത് സുഹൈർ ചുങ്കത്തറയാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഈച്ചയറുത്തവൻ മുശ്രിക്കാകുമെങ്കിൽ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടുന്നവൻ എങ്ങനെ മുശ്രിക്കല്ലാതായി തീരും? ഈച്ചയെ ബലിയെറുക്കുന്നവൻ മുശ്രിക്കാവുമെങ്കിൽ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടുന്നവൻ എങ്ങനെ മുശ്രിക്കല്ലാതായി തീരും? അഭൗതിക കാര്യത്തിലല്ല, ഭൗതിക കാര്യത്തിൽ തൻ്റെ ധനം സൂക്ഷിക്കാൻ, തൻ്റെ കാലുകളെയും അതുപോലെ കൃഷിയും സുരക്ഷിതമാവാൻ ഒരു 10,000 രൂപ അപ്പുറത്തെ വീട്ടിൽ ഒരുത്തൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് പോലെ ജിന്ന് ഒരു 10,000 രൂപ സൂക്ഷിക്കണേ എന്ന് ജിന്നിനോട് പറഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ കൃഷി സൂക്ഷിക്കാനും അത് കൃഷിയും കാലുകളെയൊക്കെ സംരക്ഷിക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നത് പോലെ, ഒരു ഭൗതികനായ മനുഷ്യനെ ഏർപ്പാടാക്കുന്നത് പോലെ ഇവരുടെ ഭാഷയിൽ ഭൗതികനായ ഒരു ജിന്നിനെ വിളിച്ച് ജിന്ന് ഇതൊന്ന് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ, ഈച്ചയറുത്തവൻ മുശ്രിക്കാകുമെങ്കിൽ ഇവനല്ലേ ഈച്ചയറുത്തവനേക്കാളും മുശ്രിക്കാവാൻ ഏറ്റവും അർഹർ. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്ന വാചകം എന്താ? ഇവരൊക്കെയല്ലേ ഈച്ചയറുക്കുന്നവരെക്കാളും മുശ്രിക്കാവാൻ ഏറ്റവും യോഗ്യർ, ഇവരൊക്കെ തന്നെയല്ലേ നരകത്തിൽ സുഖിക്കാൻ ഏറ്റവും അർഹർ എന്ന് 1980 കേരളത്തിൽ പുറത്തിറങ്ങിയ അൽമനാറിൽ സുഹൈർ ചുങ്കത്തർ എഴുതിയ ലേഖനമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കൊല്ലം സ്വദേശിയായ ഒരു സുലൈമാൻ നദ്വി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. മക്കയിലെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ അള്ളാഹുവിനെ ഏകനാക്കുക എന്നൊരു പുസ്തകം, മലയാളത്തിലൊരു പുസ്തകം അവിടെ പോകുന്ന ആളുകൾക്കൊക്കെ കിട്ടും. ആ പുസ്തകത്തിലും സുലൈമാൻ നദ്വി എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അദൃശ്യ ഭാഗത്തു നിന്നുള്ള സഹായതേട്ടങ്ങൾ പ്രാർത്ഥനയല്ലെന്ന് പറഞ്ഞ് സമൂഹത്തെ ശിർക്കിലേക്കും അവിടെ നിന്ന് നരകത്തിലേക്കും നയിക്കുന്ന പുതിയ വാദങ്ങളെ സൂക്ഷിക്കേണ്ടതാണ്. അദൃശ്യ മാർഗത്തിലുള്ള സഹായതേട്ടങ്ങൾ പ്രാർത്ഥനയല്ലെന്ന് പറഞ്ഞ് സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പുതിയ വാദങ്ങളെ സൂക്ഷിക്കണം, കരുതിയിരിക്കണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചവരായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻപുള്ള പണ്ഡിതന്മാർ. ഇന്നും പക്ഷെ ഈ ആളുകൾ പോലും ഇത്തരം അദൃശ്യ മാർഗത്തിലുള്ള സഹായതേട്ടങ്ങൾ പ്രാർത്ഥനയല്ലെന്ന് പറയുന്നവരുടെ കൂടാരത്തിൽ എത്തിപ്പെട്ടതിന്റെ ചേതോവികാരം, അവരെ അതിന് പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്താണ് എന്ന് ഒരുപക്ഷേ തീരുമാനങ്ങളെല്ലാം വെളിവാക്കപ്പെടുന്ന പരലോകത്ത് വെളിവാക്കപ്പെടും എന്ന പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് മുജാഹിദുകൾ ഉള്ളത്. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ തേട്ടം എന്തുകൊണ്ട് പ്രാർത്ഥനയാകുന്നു? പണ്ട് നമ്മുടെ മൗലവിമാരുടെ പ്രസംഗങ്ങളിൽ നമുക്ക് കേട്ടു പരിചയമുണ്ട്. ഒരാൾ കിണറ്റിൽ വീണു, അയാൾ വിളിച്ചു മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ. ആ പ്രാർത്ഥന ശിർക്കാണ്. എന്തുകൊണ്ട്? ആ വിളി എങ്ങനെയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ മുഹീദ്ദീൻ ഷെയ്ഖ് എങ്ങനെയാണ് സഹായിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മറഞ്ഞ മാർഗത്തിലുള്ള സഹായതേട്ടം ശിർക്കാണ്. ഉമർ മൗലവിയുടെ പ്രസംഗങ്ങളിൽ എപ്പോഴും കേൾക്കാറുള്ള ഒരു വാചകമാണ് മറഞ്ഞ മാർഗവും തെളിഞ്ഞ മാർഗവും. എന്താ മറഞ്ഞ മാർഗം? നമ്മളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെട്ടാൽ അയാൾ കേൾക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയില്ല, അയാൾ സഹായിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയില്ല. അത് മറഞ്ഞ മാർഗമാണ്, അത് ശിർക്കാണ്. എന്നാൽ തെളിഞ്ഞ മാർഗമോ? നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുന്നു, അയാൾ എങ്ങനെയാണ് സഹായിക്കുന്നത് നമുക്കറിയാം, അയാൾ എങ്ങനെയാണ് കേൾക്കുന്നത് നമുക്കറിയാം. അത് തെളിഞ്ഞ മാർഗമാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്. ഉമർ മൗലവിയുടെ പ്രസംഗം കേട്ട കാരണവന്മാർക്ക് ഈ വാചകങ്ങൾ എപ്പോഴും അവരുടെ മനോമുഖരത്തിൽ തത്തിക്കളിക്കുന്നുണ്ടാകും. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ കേൾക്കുന്നത് എങ്ങനെ നമുക്കറിയില്ല, സഹായിക്കുന്നത് എങ്ങനെ നമുക്കറിയില്ല. അത് ശിർക്കാണെന്ന് ആർക്കും സംശയമില്ല. ജിന്നെ എന്ന് വിളിച്ചു, ജിന്നാ വിളി കേൾക്കുന്നത് എങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ജിന്ന് സഹായിക്കുന്നത് എങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഈ കേൾക്കുന്നത് എങ്ങനെയെന്നറിയാത്ത, സഹായിക്കുന്നത് എങ്ങനെയെന്നറിയാത്ത അദൃശ്യ മാർഗത്തിലുള്ള ഈ ജിന്നിനോടുള്ള സഹായതേട്ടം പ്രാർത്ഥനയല്ലെന്ന് പറഞ്ഞ് സുലൈമാൻ നദ്വിയുടെ ഭാഷയിൽ
അവിടെ നിന്ന് ഇത്തരം സഹായതേട്ടങ്ങൾ പ്രാർത്ഥനയല്ലെന്ന് പറഞ്ഞ് സമൂഹത്തെ ശിർക്കിലേക്കും അവിടെ നിന്ന് നരകത്തിലേക്കും നയിക്കുന്ന വാദങ്ങളെ ഗൗരവത്തോടെ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ തൗഹീദിന്റെ കാര്യത്തിൽ പിടിവിട്ടതോടുകൂടി അന്ധവിശ്വാസങ്ങളൊക്കെ വ്യാപകമായി. നിങ്ങൾക്കറിയുമോ കേരളത്തിലുണ്ടായ ചരിത്രപരമായ വസ്തുതകളെ കുറിച്ച്? ശൈത്താൻ ഭൂത പിശാചുക്കളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച് തൗഹീദിന്റെ നന്മകൾ സമുദായത്തിൽ പടർത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ തന്നെ വാസ്തുശില്പിയൊക്കെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജ്യോതിഷം, വാസ്തു ജ്യോതിഷം, വീടുണ്ടാക്കുന്നതിന്, അടുക്കള വെക്കുന്നതിന്, വീടിന്റെ കഴുക്കോല് കുത്തുന്നതിന് ജ്യോതിഷം നോക്കുന്ന ഇസ്ലാമിക് ജ്യോതിഷ സംവിധാനങ്ങൾ കാണാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിലും വേദികളിലും തിരുവനന്തപുരത്തെ പള്ളി മിമ്പറിൽ പോലും വർഷങ്ങളോളം ഖുതുബ നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില പണ്ഡിതന്മാർ മുജാഹിദ് പ്രവർത്തകരുടെ വീടുകളിൽ കടന്നു ചെന്ന് നിങ്ങളുടെ ബാത്റൂമിന്റെ സ്ഥാനം ശരിയല്ല, ഈ ബാത്റൂമും മാറ്റി സ്ഥാപിക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തിയത് എത്രമാത്രം അബദ്ധവിശ്വാസങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ്. ഞാൻ ദീർഘമായി വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ അവരിരുന്ന് ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി അവരെടുത്ത തീരുമാനങ്ങളിൽ 10ാമത്തെ തീരുമാനം, അതിലൊന്ന് ജിന്നുകളോട് നടത്തുന്ന സഹായതേട്ടം തൗഹീദിന് വിരുദ്ധവും അത് ശിർക്കാണെന്ന് തീരുമാനിച്ചവർ. അതിലുള്ള മറ്റൊരു തീരുമാനമാണ് റുക്കിയയുടെ ഭാഗമായി അടിക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ലേ. റുക്കിയ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുലുകൾ നടത്തുന്നതോ പാടുള്ളതല്ല, പ്രമാണവിരുദ്ധമാണ്. ഇതിലൊപ്പിട്ട ആളാരാം? സക്കരിയ സ്വലാഹി ഒപ്പിട്ടതാണ്. ഇതിലൊപ്പിട്ട ആളാരാം? PN അബ്ദുൽ ലത്തീഫ് മദനി ഒപ്പിട്ടതാണ്. ഇതിലൊപ്പിട്ടത് കുഞ്ഞി മുഹമ്മദ് പറപ്പൂരുണ്ട്, അബൂബക്കർ സലഫിയുണ്ട്. എന്നാൽ 2013 മെയ് മാസത്തിൽ ഇസ്ലാഹ് മാസിക പുറത്തിറങ്ങിയത് തന്നെ ഇത്തരം ഈ ജംഇയ്യത്തുൽ ഉലമയുടെ ആ പണ്ഡിതന്മാർ അവർ PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി അവർ നടത്തിയ ഒരു ചർച്ച, ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടെടുത്ത തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു. എന്തായാലുള്ളത്, ശരീരത്തിൽ കയറിയ ജിന്ന് ധിക്കാരിയാണെങ്കിൽ അടിച്ചുകൊണ്ട് ശൈഖ് അതിനെ പുറത്താക്കുകയും അപ്പോൾ രോഗി സുഖം പ്രാപിച്ച് ബോധം തെളിയുകയും ചെയ്യും. രോഗിയാവട്ടെ അടിയുടെ യാതൊരു വേദനയും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. ഇങ്ങനെ റുക്കിയ ശറയ്യക്ക് എത്രയെത്ര തെളിവുകൾ, പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഇസ്ലാമിന്റെ റുക്കിയ ശറയ്യയെ എത്ര അപകർഷതയോടെയാണ് ഇവർ നോക്കിക്കാണുന്നത്. ഇതെഴുതിയ ആളാരാം? ഇതിലൊപ്പിട്ട സക്കരിയ സ്വലാഹി. ഇതിലെഴുതിയതെന്താ, ഒപ്പിട്ടതെന്താ? അടിക്കുക പോലുള്ള കാര്യങ്ങൾ പ്രമാണവിരുദ്ധമാണ്. അന്നിതിന്റെ അഡ്വൈസറി ബോഡിയിൽ PN അബ്ദുൽ ലത്തീഫ് മദനിയുണ്ട്, ഹുസൈൻ സലഫിയുണ്ട്. ഇതിന്റെ അഡ്വൈസറി ബോഡിയിൽ സക്കരിയ സ്വലാഹിയുണ്ട്. ഇതേ PN അബ്ദുൽ ലത്തീഫ് മദനിയും ഇതേ അബൂബക്കർ സലഫിയും ഇതേ സക്കരിയ സ്വലാഹിയും ഈ തീരുമാനത്തിലും ഒപ്പിട്ടു. ഇവർക്ക് ആരോടാണ് കൂറ്? പണ്ഡിതന്മാരുടെ മുന്നിലെത്തുമ്പോൾ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയും സ്വകാര്യമായിട്ട് ഇത്തരം വിദണ്ഡമായ വാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധിയെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ശക്തമായി ചോദ്യം ചെയ്തത്. കേരളത്തിലെ മുഴുവൻ ISMന്റെ ശാഖകളിലും ജിന്ന് ക്ലിനിക്കുകൾ തുടങ്ങണമെന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ മീറ്റിംഗിൽ ആവശ്യപ്പെടാൻ ധൈര്യം കാണിച്ച വലിയ ചില മഹാപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്രമാത്രം സങ്കടകരമാണ് നമ്മുടെ അവസ്ഥയെന്ന് ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം മന്ത്രവാദികൾക്ക് സമീപത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായില്ലേ? ഈ അടുത്ത് ജാമിയ നദവിയയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ജാമിയയുടെ ആദർശത്തോടും KNMന്റെ നിലപാടുകളോടും യോജിപ്പില്ലെന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ, 6-7 കുട്ടികൾ അവിടെ നിന്ന് പുറത്തു പോവുകയുണ്ടായി. ആ കൂട്ടത്തിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഈ അടുത്ത കാലത്ത് തിരൂരൊരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രി അവൻ എന്നെ വിളിക്കുകയുണ്ടായി. 1 മണിയോടടുത്ത സമയത്തായിരുന്നു അവൻ ഫോൺ ചെയ്തത്. അവൻ പറഞ്ഞു, സർ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ഈ നേരത്ത് സംസാരിക്കേണ്ടതിന് ആവശ്യം? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം സർ. എന്താ പ്രശ്നം? എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ ഈ എന്താ അത്? എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്താൽ എന്നെ ജിന്ന് ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ കുട്ടികളുടെ മാനസികാവസ്ഥകൾ മുഴുവൻ മാറി. ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, അവിടെ അവൻ്റെ നാട്ടിൽ അവൻ വളരെ ശക്തമായതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന കേരളത്തിൽ മുജാഹിദിനെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സെക്രട്ടറി കുഞ്ഞിപ്പമാഷിന്റെ പള്ളിയിൽ നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ കുഞ്ഞിപ്പമാഷിന്റെ പേരക്കുട്ടിയുടെ പ്രായം പോലും ഇല്ലാത്ത ഈ കുട്ടി അദ്ദേഹത്തിന്റെ നേരെ കൈകൾ ഉയർത്തുകയും പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലെ നിലനിൽക്കുന്നുണ്ട്.
അത്രമാത്രം ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഈ കുട്ടി അവൻ പറഞ്ഞു, എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. എന്താ കാരണം? ഞങ്ങളുടെ നാട്ടിലൊരു മൗലവിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അതിന്റെ സ്വാഗത സംഘം രൂപീകരിച്ച് തിരൂരാലത്തിയൊരു പള്ളിയുടെ സ്റ്റെപ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ അൻസാർ അറബിക് കോളേജിൽ പഠിച്ച അൻസാരി ബിരുദം നേടിയ നമ്മുടെ ഒരു വലിയ ഖത്തീബായി ജോലി ചെയ്യുന്ന പ്രഭാഷണ വേദികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജിന്നുവാദികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം ഈ കുട്ടിയുടെ സമീപത്ത് വന്ന് പറഞ്ഞു, മോനെ നിനക്കറിയുമോ ഈ പള്ളിയിൽ ഇമാമിനെ ജിന്ന് തല്ലുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അത് പള്ളിയുടെ സൊഫിൽ ഇങ്ങനെ കിടക്കുമ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ തട്ടി. അപ്പൊ ജിന്നാണെന്ന് എങ്ങനെ മനസ്സിലായത്? അയാൾ പറഞ്ഞു, നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പിന്നെ മനസ്സിലായത് സൊഫിലാണ് കിടക്കുന്നത്. ജിന്നുകൾ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് സൊഫിൽ കിടന്ന് എന്നെ തട്ടിമാറ്റിയതാണ് എന്ന് മനസ്സിലായി എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ ഖുതുബ നടത്തുന്ന നമ്മുടെ കുട്ടികൾക്ക് സ്വസ്ഥമായിട്ടൊന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അപകടകരമായി ചിന്തകൾ മാറിയപ്പോഴാണ് ശക്തമായ മുജാഹിദ് പ്രസ്ഥാനം ഈ നിലപാടുകൾ സ്വീകരിച്ചത്. എന്നിട്ട് കുഞ്ഞിപ്പ മാഷിന്റെ വീട്ടിലേക്ക് ചെന്നു പിറ്റേന്ന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന്, ഇതാരും വിശ്വസിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ട്, അവന് ഈ അൻസാരിയായ മൗലവിയെ വിളിച്ചു. ഇവന് കേരളത്തിൽ മുജാഹിദിന്റെ നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ മൗലവിനെ മാത്രല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഞാനും ഭാര്യയും കിടന്നുറങ്ങുമ്പോൾ എന്നെയും എൻ്റെ ഭാര്യയെയും ജിന്നുകൾ തല്ലാറുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെ ഒരൽപ്പകാലം ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയ ആളുകൾ പോലും പറയുന്ന ദുരന്തകരമായ അവസ്ഥകളിലേക്ക് നമ്മുടെ മുസ്ലിം മനസ്സുകളെ, മുജാഹിദ് മനസ്സുകളെ കൊണ്ടുപോയിട്ടില്ല എന്നിവർക്ക് പറയാൻ കഴിയുമോ? അന്ന് അത്ര ദാരുണമായ ആ സംസാരം ഇന്നും അദ്ദേഹത്തിന്റെ മൊബൈൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് പലരുടെയും കൈകളിലുണ്ട്. ആ സംസാരം ഇന്ന് പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല, തിരുവനന്തപുരവുമായിട്ട് ആ കുട്ടിക്കൊരു ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് അവൻ വന്നു. ജാമിയ അൽ ഹിന്ദിലെ അറബിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ ചില കുട്ടികളുടെ അടുത്ത സുഹൃത്തുമായിരുന്നു അവൻ. തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവന് ഒരു ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഒരു സുഹൃത്ത് ചായ കുടിച്ചോണ്ട് ഇവൻ വേറൊരു കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, അവന്റെ അവസ്ഥ വലിയ കഷ്ടത്തിലാണ്. എന്താ? അവൻ അപ്പൊ ഈ കുട്ടി വിചാരിച്ചു സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അതൊന്നുമല്ല. മടിച്ചു പറഞ്ഞു, പള്ളി കയറുമ്പോൾ എല്ലാവരും ചവിട്ടാൻ തോന്നി. നിസ്കരിക്കാൻ കയറി റുക്കുവിലൊക്കെ പോകുമ്പോൾ മുന്നിലുള്ളവരെ ചവിട്ടാനൊക്കെ തോന്നി. വലിയ പ്രയാസത്തിലാണ് ഇന്ന് ആ കുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മക്കളുടെ മാനസിക നിലയെപ്പോലും തെറ്റിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇത്തരം അബദ്ധ വിശ്വാസങ്ങളും അബദ്ധധാരണകളും വളർത്തിക്കൊണ്ടുപോയ ആളുകൾ ഈ സമുദായത്തിന്റെ മുന്നിൽ മാപ്പ് പറയേണ്ടി വരുന്ന ഒരു കാലത്തെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ഒരിക്കലും മുസ്ലിം മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരന്തകരമായ വിശ്വാസങ്ങളാണ് ഈ സമുദായത്തിൽ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാരിയ സ്വലാത്ത് ശിർക്കല്ലെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? നാരിയ സ്വലാത്ത് പോലും ശിർക്കല്ലെന്ന് പറയാൻ ഫൈസൽ മുസ്ലിയാർ രംഗത്ത് വന്നു, സക്കരിയ സ്വലാഹി രംഗത്ത് വന്നു, ലബ്ബാദാരിമി രംഗത്ത് വന്നു, നാട്ടിലെമ്പാടും മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നു, ഈ ജിന്നുമൂലവുമാർ രംഗത്ത് വന്നു. ഇത് ലബ്ബാദാരിമി പറഞ്ഞപ്പോൾ ആരും അത്ര വിശ്വസിച്ചില്ല. പിന്നെയും അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ തുടർന്നപ്പോൾ ലബ്ബാദാരിമി ന്യായീകരിച്ച് സക്കരിയ സ്വലാഹി രംഗത്ത് വന്നു, ഫൈസൽ മുസ്ലിയാർ രംഗത്ത് വന്നു. കൊച്ചിയിലുള്ള സൗദി അറേബ്യയിൽ റിയാദിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സക്കരിയ സ്വലാഹിയുടെയും ഫൈസൽ മുസ്ലിയാരുടെയും പ്രസംഗം കേട്ടതിന് ശേഷം ഫേസ്ബുക്കിൽ എഴുതിയൊരു കമന്റ് ഞാൻ ഇന്നും ഓർക്കുകയാണ്. നാരിയ സ്വലാത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമികപരമായ നിലപാടിനെ പഠിപ്പിച്ച മഹാന്മാരായ സക്കരിയ സ്വലാഹി, ലബ്ബാദാരിമിയെ, ഫൈസൽ മുസ്ലിയാരെ പോലുള്ള എന്റെ ഉസ്താദുമാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഈ പുതിയ നിലപാട് കണ്ടു പഠിച്ചു പ്രാർത്ഥിച്ച ഒരു ചെറുപ്പക്കാരന്റെ വാചകങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഇത് ശിർക്കാണെന്ന് മുജാഹിദുകൾക്ക് അറിയാത്തതാണോ? സുലൈമാൻ നബിയുടെ അല്ലാഹുവിനെ ഏകനാക്കുക എന്ന പുസ്തകം, ഈ പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളികളായ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ റുബൂബിയത്തിലെ ശിർക്കാണ് നാരിയ സ്വലാത്ത് എന്ന് വ്യക്തമായി പഠിപ്പിച്ച വിഷയങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയ ആളുകൾ എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും. എന്നിട്ട് മുജാഹിദുകളെ ഒരു കാരണവുമില്ലാതെ ഓരോ പോയിന്റിൽ നടന്ന് അവരുടെ ന്യൂനതകൾ നോക്കി ഇങ്ങനെ ആക്ഷേപിച്ചു. പക്ഷെ പടച്ചവൻ വലിയവനാണ്, അവൻ വരമ്പത്താണ് ഇന്ന് കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലാണോ ഇസ്ലാഹി പ്രസ്ഥാനത്ത് ആക്ഷേപിച്ചത്, ആ ആക്ഷേപങ്ങൾ സ്വന്തം ജീവിതങ്ങളിലേക്ക് പേറേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അവർ മാറി. തിരുവനന്തപുരത്തിന്റെ പുത്തരിക്കണ്ടം മൈതാനത്ത് മീഡിയ വൺ എന്നൊരു ചാനലിന് ആശംസ പറഞ്ഞതിന്റെ പേരിൽ കേരള നദുബത്തുൽ മുജാഹിദീന്റെ ഒരു നേതാവിനെ മണിക്കൂറുകളോളം കടിച്ചു കീറിയ പണ്ഡിതന്മാർ,
അതേ ജമാഅത്ത് ഇസ്ലാമിയുടെ സകല വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന റേഡിയോ ചാനലുകൾക്ക് പോലും ആശംസ പറയേണ്ട അവസ്ഥാവിശേഷങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിച്ചതിന്റെ അത് പടച്ച റബ്ബ് വരമ്പത്ത് കൂലി കൊടുക്കുന്ന ആ തീരുമാനങ്ങളാണ് എന്ന കാര്യത്തിൽ ആ കാര്യം ആർക്കാണ് മനസ്സിലാകാത്തത്? മാത്രമല്ല, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്ന കാലത്ത് വലിയ ശബ്ദത്തിൽ പ്രസംഗിച്ച ആളുകൾ ഉണ്ടായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ ഒരു നൂറ്റാണ്ടിന്റെ ആയുസേയുള്ളൂ, അതുകൊണ്ട് നവോത്ഥാനത്തിന് ഒരു നൂറ്റാണ്ട് പൂർത്തിയായി, ഇനി പതനത്തിൻ്റെതാണ് എന്ന് പ്രസംഗിച്ചവർ. പക്ഷേ പ്രസംഗിച്ചവരുണ്ടാക്കിയ കൂട്ടായ്മകൾക്ക് ഒരു കൊല്ലത്തിന്റെ ആയുസ് പോലും അല്ല കൊടുക്കാതിരുന്നത് പടച്ച റബ്ബ് ഈ പ്രസ്ഥാനത്തിന് നൽകിയ ആ അനുഗ്രഹത്തിന്റെ വെളിച്ചമാണ് എന്ന് വിശ്വസിക്കുന്നവരും തിരിച്ചറിയുന്നവരുമാണ് മുജാഹിദുകളും മുജാഹിദ് പ്രസ്ഥാനവും. മാത്രമല്ല, ഏതൊക്കെ തോന്നിയവാസങ്ങളുണ്ടോ ആ തോന്നിയവാസങ്ങൾക്ക് മുഴുവൻ കുടപിടിക്കുന്ന ആ അവസ്ഥാവിശേഷങ്ങളിലേക്ക് ഈ ആളുകൾ മാറിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ശക്തമായി നമ്മുടെ ദഅ്വ പ്രവർത്തനങ്ങളുമായി ഇന്ന് കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ വീട്ടിൽ ഈ അടുത്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇരിക്കുന്ന ഹനീഫ് മൗലവിയും അനസ് മൗലവിയും അദ്ദേഹത്തിന്റെ ഒപ്പം ഈ സഅദുദ്ദീൻ സ്വലാഹിയും ഞാനും കരിവള്ളി മുഹമ്മദ് മൗലവിയുമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. കരിവള്ളി മുഹമ്മദ് മൗലവി പറഞ്ഞു, ഹുസൈൻ സലഫി വന്നിരുന്നു, പറപ്പൂര് വന്നിരുന്നു, PN അബ്ദുൽ ലത്തീഫ് മദനി വന്നിരുന്നു, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി ജിന്ന് വിഷയം കേരളത്തിൽ സംസാരിക്കുകയേ ഇല്ല. അപ്പോ കരിവള്ളി മുഹമ്മദ് മൗലവി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു കാര്യം, പറഞ്ഞതൊക്കെ തെറ്റായത് കൊണ്ടാണോ, മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത കാര്യമായത് കൊണ്ടാണോ ഒരിഞ്ഞ് പറയില്ലെന്ന് പറഞ്ഞത് എന്നെനിക്കറിയില്ല എന്നുകൂടി കരിവള്ളി മുഹമ്മദ് മൗലവി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ജിന്ന് വിഷയം കേരളക്കരെ ചർച്ച ചെയ്യരുത് എന്ന് ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞപ്പോൾ ജംഇയ്യത്തുൽ ഉലമക്ക് വിവരമില്ലെന്ന് നാട് മുഴുവൻ പ്രസംഗിച്ച് ഇത്തരം ക്ലാസുകളുമായി നടന്ന ആളുകൾ, എന്നാൽ ഈ വിഷയം സമുദായം പഠിച്ചപ്പോൾ ഏതൊരാദർശത്തിന്റെ പേരിലാണോ തങ്ങളുടെ ഈ വാദം ഉണ്ടാക്കിയെടുത്തത്, ആ വാദവും ആ കാര്യവും ഞങ്ങൾ ഇനി മനുഷ്യരോട് പറയില്ല എന്ന് പറയുന്ന ഇടത്തേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ ഒരു കൊല്ലക്കാലത്തെ തൗഹീദി പ്രബോധനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശക്തമായി ആദർശപരമായ ഈ കരുത്തേറ്റെടുത്ത്, ആദർശപരമായ ഈ വിശുദ്ധി ഏറ്റെടുത്ത് വളരെ ശക്തമായ നമ്മുടെ ദഅ്വ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർക്ക് പോലും പുസ്തകങ്ങൾ, ജിന്ന് വിവാദം നമ്മുടെ പണ്ഡിതന്മാർക്ക് നൽകിയ ദുരന്തം എത്ര വലുതാണെന്നറിയുമോ? ഇത് ഈ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന രക്ഷയുടെ കപ്പൽ എന്ന് അവിടെ ജാലിയാത്തുകൾ വിതരണം ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയത് സൈഫർ സാദിഖ് മദീനി എന്ന ജിന്നുവാദികളുടെ നേതാവാണ്. ജിന്ന് വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിന്റെ പഴയ പതിപ്പുണ്ട്. ആ പഴയ പതിപ്പിൽ ശിർക്കിന്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ശിർക്കിന്റെ ഇനങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നേർച്ച വഴിപാടുകൾ നേരുക, കബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, ജിന്നുകളോടും പിശാചുക്കളോടും സഹായം തേടുക, മരിച്ചവരെ ഭയപ്പെടുക, പിശാചിനോ ജിന്നിനോ നമുക്ക് രോഗം നൽകുവാനോ രോഗം ശിഫയാക്കുവാനോ കഴിയുമെന്ന് വിശ്വസിക്കുക, അതിനുവേണ്ടി ആവശ്യപ്പെടുക തുടങ്ങിയവയെല്ലാം ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ജിന്ന് വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് മുജാഹിദായിരുന്ന കാലത്ത് ഈ പുസ്തകം എഴുതിയപ്പോൾ അതിലുണ്ടായിരുന്ന വരികൾ, ജിന്ന് വിവാദം തുടങ്ങി സക്കരിയ സുലായിയുടെ പക്ഷത്ത് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം അതിന്റെ പുതിയ പതിപ്പിറക്കി. അതേ വാചകങ്ങൾ, ശിർക്കിന്റെ ഇനങ്ങൾ, അതിൽ നമുക്ക് കാണാം അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന, കബറുകൾക്കും ജിന്നുകൾക്കും മറ്റും നൽകുന്നതായ നേർച്ചകൾ, ബലികൾ, മരിച്ചുപോയവരും ജിന്നും പിശാചുക്കളും തങ്ങൾക്ക് ഉപദ്രവമോ രോഗമോ ഉണ്ടാക്കുമെന്ന ഉൾപ്പേടി എന്നിങ്ങനെ ബാക്കി കാര്യങ്ങൾ ഒരു വരി അതിൽ നിന്ന് വെട്ടിമാറ്റി. ഏതാ വെട്ടിമാറ്റിയത്? ജിന്നുകളോടും പിശാചുക്കളോടുമുള്ള സഹായാർത്ഥന ശിർക്കിന്റെ ഇനങ്ങളാണ് എന്ന വാചകം പുതിയ പതിപ്പിറക്കിയപ്പോൾ വെട്ടിമാറ്റാൻ മാത്രം ഇത്രമാത്രം ഈ കാര്യത്തെ അവരുടെ മനസ്സുകൾക്ക് സ്വാധീനം ചെലുത്തിയെങ്കിൽ എത്ര വലിയ അപകടത്തിലേക്കാണ് പണ്ഡിതന്മാരെത്തപ്പെട്ടത്, എത്ര വലിയ അപകടത്തിലാണ് സാധാരണക്കാർ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യം പറയുമ്പോൾ ഉടനെ ചോദിക്കും, ആരാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത്? ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമോ? ഈ ചോദ്യം 10 കൊല്ലങ്ങൾക്ക് മുമ്പ് മടവൂരികൾക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഹുസൈൻ മടവൂർ എന്ന അവരുടെ നേതാവ് നമസ്കാരം എന്ന പുസ്തകം എഴുതിയപ്പോൾ നമസ്കാരത്തിന്റെ തറാവീഹിന്റെ റക്അത്തുകളിൽ എത്രയും ആകാമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു. അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു, ന്യായീകരിച്ചു. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിനെ വിമർശിച്ചപ്പോൾ മടവൂരികളായ പ്രഭാഷകർ അന്ന് നാഴികക്ക് 40 വട്ടവരുടെ ചോദ്യം, ഹുസൈൻ മടവൂരിന്റെ ലേഖനം വായിച്ച് CP ഉമർ സുല്ലമിയുടെ പ്രസംഗം കേട്ട് തറാവീഹ് 11-ലധികം നമസ്കരിച്ച കേരളത്തിലൊരു മുജാഹിദിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് മടവൂരികളിൽ ചോദ്യമുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ എന്ത് മറുപടിയാണോ
അതേ മറുപടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്നും പറയാനുള്ളത്. ജിന്നുകളോടും മലക്കുകളോടുമുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന ഈ വിശ്വാസം തന്നെ അബദ്ധജടിലവും നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും നമ്മുടെ സൽപ്രവർത്തനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന ഗൗരവകരമായ പാപത്തിൽ എത്തിച്ചേരാൻ കാരണമായി തീരുന്ന അപകടമായതുകൊണ്ട് ആ വാദം തന്നെ ശിർക്കാണ്, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. പ്രാർത്ഥിക്കണമെന്നില്ല, മൊയ്തീൻ ശൈഖെ ശിക്ഷിക്കണ എന്നത് ശിർക്കല്ല എന്ന വാദമാണ് എനിക്കുള്ളത്. പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സഹായം തേടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തേടണമെന്നോ തേടേണ്ടതാണെന്നോ തേടാമെന്നോ എനിക്ക് അഭിപ്രായമില്ല. ഒരാൾ തേടിയാൽ ശിർക്കല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നവൻ ഏത് തരത്തിലുള്ള വിഡ്ഢിത്തത്തിലാണോ അതേ വിഡ്ഢിത്തത്തിലാണ് ജിന്നുകളോട് സഹായം തേടുന്നവൻ. ശിർക്കല്ല എന്ന വിശ്വാസം പേറി പ്രാർത്ഥിക്കണമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ തേടാമെന്നോ എനിക്ക് അഭിപ്രായമില്ല എന്ന് വിശ്വസിക്കുന്നവനും എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിച്ച തീരുമാനത്തിനോടൊപ്പമാണ്. ഹുസൈൻ സലഫി വരാമെന്ന് പറഞ്ഞത്, PN അബ്ദുൽ ലത്തീഫ് മദനി വരാമെന്ന് പറഞ്ഞത്, അത് കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ സ്ഥാനത്ത് നിന്ന് മാറി കേരള നുദുബത്തുൽ മുജാഹിദീന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പണ്ഡിതന്മാരോട് പറഞ്ഞാൽ ഹുസൈൻ സലഫി താങ്കൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം, PN അബ്ദുൽ ലത്തീഫ് മദനി താങ്കൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. കാരണം നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ തീരുമാനത്തിന്റെ പേരിലാണ്. ഈ തീരുമാനം അംഗീകരിക്കാത്തതിന്റെ പേരിലായിരുന്നു സക്കരിയ സ്വലാഹിയെ പുറത്താക്കിയതും അദ്ദേഹത്തിന്റെ കൂടെ പോയതും. പക്ഷേ നിങ്ങളെല്ലാവരും ഈ തീരുമാനം അംഗീകരിക്കാമെന്ന് കരുവള്ളിയോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ കരുവള്ളിയുടെ സ്ഥാനത്തുനിന്ന് മാറി ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള നുദുബത്തുൽ മുജാഹിദീന്റെയും പണ്ഡിതന്മാരോട്, ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ തീരുമാനം അംഗീകരിക്കാമെന്ന് ഹുസൈൻ സലഫിയും PN അബ്ദുൽ ലത്തീഫ് മദനിയും പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നം അവസാനിച്ചു. കരിവള്ളിയുടെ വീട്ടിൽ പോയി പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോട് ഒരു ലെറ്ററിലെങ്കിലും എഴുതി അറിയിക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് തെറ്റിദ്ധാരണകൾ തിരുത്തി നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് കൂടി സ്വർഗം വിലക്ക് വാങ്ങുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.